അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് വായികളെ തുറന്നാൽ സമയം നമുക്ക് സ്ഥാപിച്ചു. ദേവദാസനം അർപ്പിച്ചുവല്ലോ. ഇത് മൂന്നാമത്തെ പകൽക്കാലമാണ്. ലോകം മുഴുവനും ദുഃഖവെള്ളിയായി കഷ്ടാനുഭവ ദിവസമായി ഒക്കെ ആചരിക്കുമ്പോൾ നമുക്ക് ഈ ദിവസം ആചരണമല്ല, ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ടത് കൊണ്ടുള്ള ആഘോഷം നമ്മുടെ അകത്തൊന്ന് പുറത്തേക്ക് മതിയായി ഒഴുകട്ടെ. ഓരോ വായികളെ തുറന്നോ. അല്പസമയക്കാരങ്ങളെ തന്നെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി അപ്പച്ച, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം നിറയ്ക്കട്ടെ. അന്യായ ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ ദേശത്തിൽ പരിശുദ്ധാത്മാവിന്റെ വന്മഴ പെയ്തിറങ്ങേണ്ടതിന് ഓരോ വായികളെ തുറന്ന നമ്മുടെ മേൽ കത്തട്ടെ. ബൈബിൾ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരിവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, നദികൾ ഒഴുകും. യെസ്, എല്ലാ ശൂന്യതകളും അഴിയട്ടെ. വ്യക്തികളുടെ കുടുംബങ്ങളിൽ നിന്ന് പല സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കുടുംബങ്ങളെ തകർക്കുവാൻ വാദിക്കുന്ന ഒരു വ്യക്തി നിന്ന് അഭിഷേകം നദിയായി ഒഴുകട്ടെ, അഭിഷേകം നദിയായി ഒഴുകട്ടെ. പിടിച്ചു നിർത്തുവാൻ കഴിയാതെ നദി പ്രവാഹനോട് അകത്തുന്ന പുറത്തേക്ക് ഒഴുകട്ടെ. Glory Jesus, hallelujah, 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 hallelujah. Thank you Jesus, thank you Jesus. Thank you Jesus. Mami apacha, mami, mami, mami. യേശുവല്ലാതെ നീക്കൊരാശ്രയം ഭൂമിയിൽ. യേശുവല്ലാതെ നീക്കൊരാശ്രയം ഭൂമിയിൽ. ദൈവത്തെ സ്തുതിച്ചാണ്. വലിയ സാന്നിധ്യം ആലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മൺകൂടാരത്തെ കത്തിവിറങ്ങും ആത്മമതി പ്രദേശങ്ങളിലേക്ക് ചലിച്ചു തുടങ്ങട്ടെ. ഈ ചമ്പലത്ത് വിളയുന്ന ഒരു അഭിഷേകം 5 കിലോമീറ്റർ ചുറ്റുപാടുകൾ ചലിക്കട്ടെ. കെട്ടപ്പെട്ട ജീവിതങ്ങളെ കെട്ടയുവാൻ, ബന്ധനസ്ഥർ വിടിവിക്കപ്പെടുവാൻ, ശാപങ്ങൾ പൊട്ടിമാറുവാൻ വായുകളെ തുറന്ന് അല്പസ്വയങ്ങളെ സ്തോത്രം ചെയ്തേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. Mommy, mommy, mommy.
holy, holy, holy master. നല്ലൊരു വിശ്വസ്തനുമായി ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങൾക്കായി സ്തോത്രം. സ്വർഗ്ഗം നിങ്ങൾക്കായി തുറക്കപ്പെടല്ലോ. അങ്ങയുടെ അസാധാരണ അഭിഷേകമുള്ള സ്വർഗ്ഗം നിങ്ങൾ എല്ലാവരെയും കൂടിയതിനായി സ്തോത്രം. കർത്തൃകരം കൂടെയിരിക്കും, മഹത്വമെല്ലാം വാങ്ങിക്കും. തിരുമേനി ഞങ്ങളോട് സംസാരിക്കും. കർത്താവേ, കാലാവസ്ഥ ശബ്ദം വിളിച്ചുള്ള സ്വർഗ്ഗം നിയന്ത്രിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനായിരിക്കാം. നമ്മുടെ അടുത്ത വാക്യത്തിലേക്ക് തന്നെ ഞങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. വേഗത്തിൽ വായിക്കാം. 49 അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യഹൂദായേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. ഒരു ഹാലലൂയ കൂടെ പറയാമോ? ഇനി അധികം ബൈബിൾ നിങ്ങൾ നോക്കി വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അനുകരണ ഉപവാസത്തിന്റെ നടുവിൽ ഈ ഭാഗം നമ്മൾക്ക് ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കാൻ ഇടയായിത്തീരും. ഞങ്ങളൊക്കെ ക്ഷീണിതരാകുമ്പോൾ, പലപ്പോഴും ബലഹീനപ്പെടുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന വചനമാണ്. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. ഇന്ന് പകൽ അതിന്റെ ഒറ്റ പദം മാത്രം നമ്മൾ പഠിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒറ്റ പദങ്ങൾ പറഞ്ഞത് യഹൂദ എന്ന ഒറ്റ പദത്തിൽ നിന്നാണ് ഇന്ന് പകൽ പരിശുദ്ധിയാത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്കറിയാം, യഹൂദ എന്ന പദത്തിന്റെ അർത്ഥം യഹൂദ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ വചനം പറയുന്നു യഹൂദേ, എന്റെ അർത്ഥം സ്തുതിക്കുന്നവനെ, സ്തുതിക്കുന്നവരെ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. ഒരു ഹാൻഡിൽ കൂടെ പറയാം. ഈ പകൽ വളരെ പ്രതീക്ഷയോടെ നമ്മളായിരുന്നാൽ നമ്മിൽ ഒരു അധികാരത്തിന്റെ കൈമാറ്റം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ആമേൻ, ആമേൻ. നമ്മൾ വളരെ കേൾക്കാൻ ഭയങ്കര ആവേശക്കാരാണ്. പക്ഷെ കേൾക്കുന്നതിനേക്കാൾ ഉപരി കേൾക്കുന്ന വചനം നമ്മുടെ അകത്തനെ വിറക്കുവാൻ തയ്യാറെങ്കിൽ, കേൾക്കുന്ന വചനവും നമ്മുടെ അകത്തോട് ആത്മശക്തി കൂടെ ഒരുമിച്ച് അവൻ സമ്മേളിക്കുമ്പോൾ അത് അധികാരമായി പുറത്തു വരണം, അഭിഷേകമായി പുറത്തു വരണം, ആത്മശക്തിയായി പുറത്തു വരണം. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പോരാ, ദൈവത്തെ സ്തുതിക്കാം. ഞാനിവിടെ പറഞ്ഞു നിർത്തിയ പദം എങ്ങനെയാണ്? യഹൂദയ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹല്ലേലൂയ, സ്തുതിക്കുന്ന ഏതൊരു വ്യക്തിയാണോ അവന്റെ മുമ്പിൽ ലോകം മുട്ടുമടക്കുമെന്നുള്ളതാണ്. അമ്മ, ഞാൻ വചനത്തിലൂടെ തെളിയിച്ചു പറയുവാൻ ഈ പകൽക്കാലം ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. എന്റെ ചോദ്യം, ആരോട് പറഞ്ഞതായിരിക്കും ഈ ഭാഗം? 1-ാമത്തെ വാക്യം വായിച്ചാൽ അത് ഗ്രഹിക്കുവാൻ കഴിയും. വേഗത്തിൽ 1-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ അരികിൽ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഒരു അപ്പൻ തന്റെ മക്കളെ അരികിലേക്ക് വിളിച്ചിട്ട്, കുഞ്ഞെ എല്ലാവരും കടന്നു വരിക, ഞാൻ നിങ്ങളുടെ പലമേൽ കൈവച്ചോ, നിങ്ങൾ ആരാകും എന്താകുമെന്ന് പ്രവചിക്കുവാൻ പോകുകയാണ്. ഞാൻ പ്രവചിക്കും, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതുകൊണ്ട് മക്കളെ കടന്നു വരിക എന്ന് പറയുന്ന ഒരു അപ്പൻ. ഇനി അപ്പന്റെ പേര് ബൈബിൾ പറയുന്നു യാക്കോബ്. വാസ്തവത്തിൽ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ? ഉപാധി, ചതിയൻ, മറ്റുള്ളവരെ പറ്റിച്ച് അവന്റെ സ്വാർത്ഥ താല്പര്യം മാത്രം സംരക്ഷിക്കുന്നവൻ എന്നാണ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥവും. യാക്കോബ് അങ്ങനെ തന്നെയുമായിരുന്നു. അപ്പനെ പറ്റിച്ചു, ചേട്ടനെ പറ്റിച്ചു, അമ്മയപ്പനെ പറ്റിച്ചു. ഇവിടെ പോയാലും പറ്റിക്കുക, തന്റെ തല ഉയർത്തിപ്പിടിക്കുക. ഇത്രയും അനുഭവത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരുവന് ഒരിക്കലും തന്റെ മക്കളെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കള്ളന്റെ മക്കളെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. കള്ളൻ അനുഗ്രഹിച്ച മക്കൾ ആരാകും മോനെ? തേജോ അല്ലേ? ഇവിടെ കൊച്ചുമക്കളെല്ലാം കുഞ്ഞുകാലം മുതലേ ഞങ്ങളുടെ വിനോദത്തിന്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടായ്മയുടെ നല്ല ബന്ധമാണ്. ഫ്രൈസിലേക്ക് അവിടെ വരും. അവർ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുക. ഫ്രൈസോ കർത്താവ് സംസാരിക്കട്ടെ. വളരെ പഠിപ്പിക്കുന്നു. ഈ കള്ളൻ ഒരു കള്ളന്റെ മക്കളെ അനുഗ്രഹിച്ചാൽ ആരായി മാറും? മക്കളല്ല, കള്ളനാണ്. വാസ്തവത്തിൽ യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചാൽ 100% യാക്കോബിനേക്കാൾ കൊടിയ കള്ളന്മാരെ, കൊടിയ അവനെന്താ പറയുക, ഉപായിമാരായി മാറ്റപ്പെടും. പക്ഷേ 32-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 32-ാം അധ്യായത്തിലാണ് യാക്കോബ് ആള് മാറുന്നത്. 32-ന്റെ 22-ലേക്ക് വരാം. 32-ാം അധ്യായം അതിന്റെ
22-ാമത്തെ വാക്യം. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെ 2 ദാസിമാരെ 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുന്ന സന്ദേശം ഇതാണ്. രാത്രിയിൽ അവൻ എഴുന്നേറ്റു. നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ, അവൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് പ്രസംഗിക്കുന്നത്. ഒരു ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ പറയുന്നു, അവിടെ ഓരോ പദം പറഞ്ഞാൽ നമ്മൾ പകൽ കയറി പോകുന്നത്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് ആരാധിക്കും. ഇന്ന് പകൽ സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടുവാനിടയാണ്. നമ്മൾ നിങ്ങളെ പോലെ ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് ഞാൻ ഓടി വേഗത്തിൽ വന്നത്. 10:30 ഞാൻ വിനോദ് വിളിക്കുന്ന വേഗത്തിൽ വരണമെന്ന്. പക്ഷേ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എത്തി. നമുക്ക് ഇച്ചിരി ഫയറും ടീമുകളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നല്ല സിസ്റ്റമുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രമീകരിക്കേണ്ട സംവിധാനം ചെയ്താലേ വൈഫിനെ ഏൽപ്പിച്ച് എൻ്റെ ബാക്കി മിനിസ്റ്റോട് നടന്നോളൂ. ഫ്രണ്ട്സോ അതിട്ടിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം, ഇന്ന് പകൽ ഞാൻ ദൈവം ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ വലിയ കാര്യങ്ങൾ ചെയ്യും. അസമാധാന ദൈവപ്രവൃത്തിയും അയച്ചു ശത്രുവിന്റെ പദ്ധതികളെ തകർക്കും. നിങ്ങളുടെ കൈകളിലൂടെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. നിങ്ങൾ യേശുവിന്റെ നാമം പറയുമ്പോൾ നിങ്ങളുടെ നാവിലൂടെ അസാധാരണ വീര്യപ്രവൃത്തികൾ സംഭവിക്കുവാൻ തുടങ്ങും. ഇനി ഒരിക്കലും നിങ്ങൾ രോഗത്തിനോ പൈശാചിക അടിമനുഖത്തിനോ പെടാതെ വേണം. ഈ പകൽക്കാലം കത്തിയിറങ്ങുന്ന ആത്മാവിന്റെ തീ നിങ്ങളുടെ അകത്തൊന്ന് പുറത്തേക്ക് ഒഴുകുക നിമിത്തം നിങ്ങൾ അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറ്റപ്പെടും. ഒരു ഹല്ലേലൂയ കൂടെ പറയാമോ? അപ്പോൾ ബൈബിൾ പറയുന്നു, നമ്മൾ 12 യഹൂദ 2 യാക്കോബ് 3 അവൻ രാത്രിയിൽ അവൻ എഴുന്നേറ്റു. ആരാ എഴുന്നേറ്റത്? യാക്കോബ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചൊരു ഭാഗമാണ്. ഉപായിയെ ചതിയൻ, മറ്റുള്ളവരെ പറ്റിക്കുന്നവൻ, പറ്റിച്ച് ജയിച്ചവൻ എന്നാണ് യാക്കോബിന്റെ ചുരുക്കപ്പേര്. പക്ഷെ ബൈബിൾ പറയുന്നു യാക്കോബ് അമ്മായിയപ്പനെ പറ്റിച്ച്, അമ്മായിയപ്പന്റെ മക്കളും അതിലൂടെ ലഭിച്ച തലമുറകൾ, പിന്നെ ദാസിമാർ, ദാസന്മാർ, ആടുമാടുകൾ, തന്റെ സകല നന്മകളും നോക്കുക സ്വന്തം ഭവനത്തേക്കുള്ള യാത്ര മധ്യത്തിൽ ബൈബിൾ പറയുന്നു യാബോക്ക് എന്ന ഒരു നദിയുടെ കരയിലെത്തി. യാബോക്ക് നദിയുടെ കരയിലെത്തുമ്പോൾ മറുകര കടക്കുവാൻ ഒത്തിരി പ്രതിസന്ധിയുണ്ടെങ്കിൽ മറുകരയിലെത്തിയ ശേഷം യാക്കോബ് ആ സന്ധിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. എല്ലാവരെയും ഒരു മരുകരയിലാക്കി യാക്കോബ് ഇപ്രഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ യാക്കോബിന് ഉള്ളിന്റെ ഉള്ളിൽ പിടച്ചിൽ തന്റെ ചേട്ടനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അപ്പന്റെ അനുഗ്രഹം മുഴുവനും, ഒന്ന് മൂത്തവന് കിട്ടേണ്ട അനുഗ്രഹം മുഴുവനും പ്രാപിച്ചെടുത്ത യാക്കോബ് ബൈബിൾ പറയുന്നു തന്റെ ഭവനത്തിലേക്ക് പോകുവാൻ ഭയപ്പെട്ടവൻ, ചേട്ടനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഭയപ്പെട്ടു നിന്നവൻ, തിരുവെഴുത്ത് പറയുന്നു ആ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് യാബോക്കിന്റെ കരയിൽ മുഴങ്കാൽ യുദ്ധം ആരംഭിച്ചു. ആരംഭിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. യാബോക്ക് നദിയുടെ തീരത്ത് മുഴങ്കാൽ മടക്കിയ യാക്കോബിനോട് ചോദിക്ക്, യാക്കോബേ, ഹല്ലേലൂയ, നീ എന്തിനാണ് പകൽ സമയം നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഈ കാലം നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടും എന്തേ മുട്ടുമടക്കുവാൻ നിനക്ക് ഈ സമയമേ തിരഞ്ഞെടുത്തുള്ളൂ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ മേഖലകളിൽ അവൻ പലപ്പോഴും രാത്രിയാണ്. അവൻ രാത്രിയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന അനുഭവം നമ്മുടെ ലൈഫിലുണ്ട്. രാത്രിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവൻ രാത്രിയിൽ അധികമാരും നമ്മളെ സഹായിക്കാൻ വരാറില്ല. രാത്രി പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും. രാത്രി നമ്മൾ പലപ്പോഴും ക്ഷീണിതരും ബലഹീനരുമായി പോകും. രാത്രി നമ്മെ സഹായിപ്പാൻ ആരും മുൻപോട്ട് വരാതിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈദ്യര് തിരുവെഴുത്ത് പറയുന്നു നിനക്ക് നോക്കുവാൻ ഒറ്റ ഇടമെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ മുഖം. ഇന്നപ്പോൾ ദൈവമുഖം അന്വേഷിച്ചാണോ താങ്കൾ വന്നത്? എല്ലാ പ്രാവശ്യം നടക്കുന്നവരൊരു 5-7 ദിവസം ഉപവാസം നടത്തി പിരിഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി ഇന്ന് ആഴമായ സമർപ്പണം നിങ്ങളുടെ അകത്തളങ്ങളിലുണ്ട്. ആ നദി നിങ്ങളുടെ ഒഴുകുവാൻ പോകുകയാണ്. പൈശാചിക മണ്ഡലങ്ങൾക്ക് വിരോധമായി നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പരാജയമല്ല, നിങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജയം പ്രാപിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ രാത്രിയുടെ വിലയിരുത്തി പറഞ്ഞല്ലോ, രാത്രി നമുക്ക് ഇഷ്ടമുള്ളതല്ല അല്ലെ? പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പോലും ഭയം, രാത്രി അധികം ഭയക്കാറുണ്ട്. സ്ത്രീകൾ അധികം ഭയക്കുന്നവരാ. സഹോദരന്മാർ പോലും എന്തിനേറെ രാത്രി പുറത്തിറങ്ങുവാൻ ഭയം കാണിക്കുന്നവരാ, രാത്രിയെ ഭയക്കുന്നു. പക്ഷെ ബൈബിൾ പറയുന്നു രാത്രിയിൽ യാക്കോബിനൊരു ഉണർവുണ്ടായി. പറയാം, ജീവിതത്തിന്റെ വേദികളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യന്റെ മുഖം നോക്കുന്നതിനേക്കാൾ ദൈവമുഖം നോക്കുവാൻ തയ്യാറെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു ഉറവ നമ്മുടെ വീട് തുറക്കപ്പെടും.
നമ്മൾ അറിയാത്തൊരു വഴി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. അതല്ലേ ഭക്തൻ പാടിയത്, ലോകരെല്ലാം കൈവഴിഞ്ഞാലും ശോഭഭാരം ഏറിയാലും യേശു രക്ഷാകരൻ താങ്ങും തണലുമായി അവനെന്നെ മറക്കുകയില്ല, മൃത്യുവീനും കൈവിടില്ല. ഇഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കുമോ, തുമ്പം ദുഃഖങ്ങളാവി ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ ശാരോനിൻ പനിനീർപുഷ്പം അവരെ ഞാൻ കണ്ടെത്തിയേ. 10,000 ഏറ്റവും സുന്ദരേ, 10,000 ഏറ്റവും സുന്ദരേ. Praise the Lord. Hallelujah. ലോകരെല്ലാം കൈവഴിഞ്ഞാലും ഞാൻ പറയട്ടെ, എൻ്റെ രാവിലെ ഒരു ഭവനത്തിൽ പോയി. ഒരമ്മ രോഗിയായി കിടപ്പുണ്ട്. വലിയ പ്രായമൊന്നുമില്ല. മോനിപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളൂ. മോൻ കല്യാണം കഴിച്ചതോടുകൂടി ഒറ്റ കുഞ്ഞേ ഉള്ളൂ. അമ്മ ഇന്നലെ ഒരു സർജറി കഴിഞ്ഞ ആ ഭാഗത്തിൽ വലിയ നീരുണ്ടായി. അതിൻ്റെ സർജറി എന്നോടൊപ്പത്തിൽ പല്ലൊക്കെ എടുത്തോ. അമ്മ വളരെ വേദനയിൽ ഓർമ്മ വരെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ ഭാരപ്പെട്ട് കഴിയുക. പക്ഷേ മോൻ അമ്മയോട് കൂടെ ഹോസ്പിറ്റലിൽ പോവുകയോ അമ്മയ്ക്ക് ചികിത്സ കൊടുക്കാൻ തയ്യാറാവുകയോ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സുഖമുണ്ടോ ഒരു വാക്ക് ചോദിക്കുകയോ ഇന്ന് നേരം പുലർന്നിട്ടും അമ്മയെ ഒന്ന് കാണാൻ പോലും മകൻ തയ്യാറാകാതിരിക്കുമ്പോൾ അമ്മ ഒത്തിരി ഉടനെ കരയാൻ തുടങ്ങി. അവന് കരയരുത്, കാരണം നീ കരഞ്ഞാൽ നിന്റെ കുഞ്ഞിനത് ശാപമാണ്, അവന്റെ അറിയില്ലായ്മയാണ്. മാത്രമല്ല കല്യാണം കഴിച്ചപ്പോ നോക്കി കല്യാണം കഴിക്കണമായിരുന്നു. കാരണം ജാതികളോട് ഇണയില്ലാത്ത കൂടരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ജാതി അനുഭവത്തിന് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഇവിടെ നല്ല അന്തരീക്ഷം കണ്ടപ്പോൾ അവർക്ക് ഇതൊരു സ്വർഗമായി തോന്നി. ഇപ്പൊ അപ്പം വേണ്ട, അമ്മ വേണ്ട, അവൻ കെട്ടിയോ ഭർത്താവ് മാത്രം മതി. ഇതിനകത്ത് ആരെങ്കിലും അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന ദുരാത്മാവെന്ന് ഞാൻ ബൈബിൾ വെളിച്ചത്തിൽ തെളിയിച്ചു. ഒരമ്മയുടെ കരച്ചിൽ എവിടെ നിൽക്കും അറിയാമോ? അവൻ ആയുസ് രക്ഷപ്പെടില്ല, പക്ഷേ രക്ഷപ്പെടില്ല. അത്രയും ഹൃദയമുണ്ട്. നമുക്ക് മേലെ കരഞ്ഞു പോകരുത്. നിന്റെ മോനെ കല്യാണം കഴിക്കുവാൻ നീ കൂടെ മുൻകൈ എടുത്തു, അതാ വിഷയം. അല്ലെങ്കിൽ മോൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജാതി അനുഭവത്തിൽ നിന്ന് നീ മോന്റെ ഇഷ്ടത്തിൽ നിന്നും നീ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ കരഞ്ഞു പോകരുത്. അമ്മ പറയുന്നു, എന്നോട് പറയും, എന്നെ അണ്ണാന്ന് വിളിക്കുന്നത്. എന്റെ അയൽവാസികളല്ല എന്റെ വിശ്വാസികളാണ് എന്നെ അണ്ണാന്നൊക്കെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അണ്ണാ ഹല്ലേലൂയ, എന്റെ മോൻ നിന്റെ സുഖമുണ്ടോ ഒരു വാക്ക് ചോദിച്ചു. ചോദിക്കണ്ട, നിനക്കിപ്പോ താങ്ങാനും നിന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മതി. മോൻ സമയമാകുമ്പോൾ വന്ന് ചോദിച്ചുള്ളൂ. അവനെതിരെ നീ ഒരു അക്ഷരം മിണ്ടരുത്, അവനെതിരെ ഒരു വാക്ക് നീ ഉച്ചരിക്കരുത്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അവനത് ശാപം, അവന്റെ കുടുംബത്തിനത് ശാപം, അവന് ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കത് ശാപം. ഞാൻ പറഞ്ഞത് പലപ്പോഴും പലരുടെയും ജീവിതം ഈ രാത്രിക്ക് തുല്യമായി അവിടെ ഹൃദയത്തിലെ വിങ്ങലുകൾ, ഹൃദയത്തിലെ ഭാരങ്ങൾ ആരോടും പുറത്തു പറയാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ പറയാം, ആ രാത്രിയിൽ യാക്കോബിന്റെ ഭാരം ഭാര്യമാരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, വേലക്കാരോട് പറയാൻ കഴിയുന്നില്ല, ആരോടും പുറത്തു പറയാൻ കഴിയാതെ നീങ്ങിപ്പെട്ടുന്ന ഹൃദയവുമായി യാബോക്ക് നദിയുടെ കരയിൽ യാക്കോബ് രാത്രി മുട്ടുമടക്കുവാൻ തുടങ്ങി. ഈ രാത്രി ഞാൻ പറയുന്ന ജീവിതത്തിന്റെ വീടുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ മനുഷ്യന്റെ പുറകെ ഓടുന്നവൻ പരാജയപ്പെടും, മനുഷ്യന്റെ പുറകെ പോകുന്നവൻ പരാജയപ്പെടും. ലോകക്കാരുടെ മുമ്പിൽ ആശ്രയം തേടുന്ന ഞാനായാലും നിങ്ങളായാലും ശരി, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി മനുഷ്യന്റെ പിന്നാലെ പോകരുത്. ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തിക്ക് വേണ്ടി സർവശക്തനാം അപ്പന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറെങ്കിൽ യാബോക്കിന്റെ തീരത്ത് മുഴങ്ങൽ മടക്കിയ യാക്കോബിന് പറയുവാനൊരു വലിയ സത്യമുണ്ട്. ഈ യാക്കോബ് ഒരു
പുരുഷനുമായി മൽപ്പിടുത്തം നടത്തിയെന്ന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പുരുഷൻ മറ്റാരുമല്ല, ദൈവത്തിന്റെ ദൂതനാ. ദൈവത്തിന്റെ ദൂതനുമായി യാക്കോബ് മൽപ്പിടുത്തം നടത്തി. ബൈബിൾ പറയുന്നു ദൂതൻ അവന്റെ തുടയിൽ കയറി പിടിച്ചു, തുടയുടെ തടം മുളുക്കി വിട്ടില്ല. അവൻ ദൂതൻ പറയുന്നു, യാക്കോബേ ഉഷസ്സുദിക്കുന്നു, എന്നെ വിടുക. യാക്കോബേ ഉഷസ്സുദിക്കുന്നു, എന്നെ വിടുക. നേരം പുലർന്നു, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, എന്നെ വിടുക. യാക്കോബ് പറയുന്നൊരു പദം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ല. ഇന്ന് പറയട്ടെ, ഒരു അനുഗ്രഹം വേണമോ? ഉപവാസത്തിന്റെ 3-ാമത്തെ പകല നോക്കേണ്ട സൗഖ്യത്തിൽ ചർച്ച് മാസ്റ്ററേലും ഗസ്റ്റ് മാസ്റ്ററേലും ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് മാസ്റ്റർ പ്രാർത്ഥിക്കുമോ പറഞ്ഞ ഓർക്കുമ്പം പ്രാർത്ഥിക്കുന്നു. വിഷയം നിങ്ങളുടേതാണ്, ഭാരം നിങ്ങളുടേതാണ്, പ്രശ്നം നിങ്ങളുടേതാണ്. അത് പരിഹരിക്കപ്പെടുന്ന ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ മുഴങ്ങാൻ മടക്കാൻ എപ്പോൾ തീരുമാനമെടുക്കുമോ ആ നിമിഷം ദൈവം വിടുതലുമായി നിങ്ങളുടെ അരികിൽ വേണം. ദൂതനെ ഇറക്കി കേട്ടോ. യാക്കോബിന്റെ അരികിൽ ദൂതനെ ഇറക്കിയെങ്കിൽ, മരുഭൂമിയിൽ ഹാഗറിന്റെ പൈതലിന് മുമ്പിൽ ദൂതനെ ഇറക്കിയെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമുഖം അന്വേഷിക്കുന്ന താങ്കളുടെ മുമ്പിൽ അവൻ ശക്തന്മാരായ ദൂതന്മാർ മിന്നുന്ന വാളും ധരിച്ചിറങ്ങി വരുന്ന ഒരു പ്രഭാത ശുശ്രൂഷയായ ഞാനും എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പഠിപ്പിക്കുന്നത് യാക്കോബ് ആ രാത്രി മുട്ടുമടക്കി. പക്ഷെ നേരം പുലരുമ്പോൾ യാക്കോബായിട്ടല്ല, ബൈബിൾ പറയുന്നു യാക്കോബ് ഇസ്രായേലായി മാറി. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. എന്തോ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വീടുകൾ നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധമുള്ള വീടുകൾ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഓരോ വീടിന്റെ അന്തരീക്ഷം എനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇന്നലെ രാത്രി എനിക്ക് മീറ്റിംഗ് ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ചർച്ചിലെ ചില വീടുകൾ, ചർച്ചിലെ വേറെ മീറ്റിങ്ങിനൊക്കെ വരുന്നവരുടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരമ്മ, അവരുടെ മകൾ, അവരുടെ ഒരു മകൻ, അപ്പൊ 3 തലമുറ അതിനകത്ത് വാർക്കയാണ്. ഈ അമ്മ എൻ്റെ ചർച്ച വരുന്നുണ്ട്. അമ്മ ഹൈന്ദവ ബാഗിലെ വിശ്വാസമുണ്ട്. മകൾ വേറൊരു ചർച്ചയിൽ പോകുന്നുണ്ട്. മകളുടെ മകൻ ഒറ്റ മോനെ ഉള്ളൂ. അവൻ BSc നഴ്സിംഗ് ഇപ്പോൾ പഠിച്ചു തുടങ്ങി. ആ മോനെ ഇപ്പോൾ ഉള്ളത് പോകുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ മോൻ എപ്പോൾ നോക്കിയാലും അമ്മയും അമ്മയുടെ അമ്മൂമ്മയും തമ്മിൽ രാവിലെ മുതൽ മുഖം അതിനകത്തുണ്ടെങ്കിൽ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ തമ്മിൽ ഫൈറ്റ് ചെയ്യാം. പെന്തക്കോസ്തിൽ പോകുന്നു. ഞാനത് ശക്തമായി ഞാൻ മേലെ ചർച്ചിൽ പോകുമ്പോഴുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്യിക്കും. നിങ്ങൾ നിർത്തുക. അത് മാനസാന്തരപ്പെട്ടൊരു കൈയടിക്കാമോ? ഇല്ല മാസം ഞാൻ 3 നേരം പ്രാർത്ഥിച്ച് ഏത് ദൈവമാണ് ഇതിനകത്ത് ഒരു മനസ്സില്ലാതെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറേണ്ട നിങ്ങൾ ഒരു മനസ്സില്ലാതെ വഴക്കടിച്ച് വായ്പോയെല്ലാം പറഞ്ഞിട്ട് 3 നേരം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് ദൈവമാണ് നിങ്ങൾക്ക് മറുപടി തരുന്നത്? അതുകൊണ്ട് പറയുന്നത് 1 മണിക്കൂർ എടുത്ത് അമ്മയും മോളെ ഒന്ന് കൗൺസിൽ ചെയ്ത് ശരിക്കും അവരൊക്കെ കയർക്കേണ്ടി രക്ഷപ്പെടേണ്ടായി വന്നു. ആക്ച്വലി ജാതിയിൽ വിശ്വാസം വന്നവരാ, എന്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ രണ്ടുപേരും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അടിയുണ്ടായില്ല. ബഹളം ഭയങ്കര ബഹളമാണ് നാട്ടുകാരുടെ മുമ്പിൽ. ഭയങ്കര ബഹളം. സഭയിൽ പോയ 3 തുള്ളി ആരാധിക്കും. ചോദിച്ചു, നിങ്ങളുടെ അകത്തിരിക്കുന്ന സാധനം എന്താണ്? നിങ്ങളല്ല ഇന്നലെ പോയ വീട്ടിലെ ആൾക്കാർ അതെങ്ങനെ മാനസാന്തരപ്പെട്ടാണ്. അപ്പൊ വീട്ടിനകത്ത് ഒരു മനസ്സില്ലെങ്കിൽ തിരിച്ചറിഞ്ഞോണം അകത്ത് വാഴുന്നത് പരിശുദ്ധാത്മാവല്ല. ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും, എല്ലാം പൊറുക്കും, എല്ലാം വിശ്വസിക്കും, എല്ലാം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. സ്നേഹം അവന്റെ ഈ പരിശുദ്ധാത്മാവിന്റെ 1-ാമത്തെ വിഷയമാണ്. 1 വീട്ടിലുള്ള സ്നേഹിക്കാൻ കഴിയും, 2 നാട്ടിലുള്ള സ്നേഹിക്കാൻ കഴിയും, 3 ആരെയും ജാതിയോ മതം ആരൊന്നില്ല നമുക്ക് സ്നേഹിക്കാൻ കഴിയും. പകൽ ശ്രദ്ധിച്ച് എവിടെ കൂടെയൊക്കെ ഞാൻ കയറി പോകുന്നത് നിങ്ങളുടെ ലൈഫ് എന്ന് പകരുന്ന പണിത് കിട്ടുക. അങ്ങനെ പ്രാർത്ഥന ഇതിന് മുകളിലോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ക്രിയ ചെയ്യണം. ഈ ഭൂമിയിൽ 2 പേർ ഒരുമനപ്പെടാത്തിടത്തോളം കാലം ദൈവത്തിന്റെ ആത്മാവിനെ തമ്മിൽ ഇറങ്ങി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകലും ദൈവകാര്യങ്ങൾ സമർപ്പിക്കപ്പെടുന്ന നിങ്ങൾക്കായി ഞാനും എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരട്ടെ. യാക്കോബിനോട് ദൂതൻ ചോദിക്കുന്ന ചോദ്യം, നിന്റെ പേരെന്ത്? യാക്കോബ് പറഞ്ഞ എന്റെ പേര് യാക്കോബാ. എന്നാൽ ഇനി നിന്റെ പേര് യാക്കോബല്ല, നിന്റെ പേര് ഇനി ഇസ്രായേൽ എന്നാകും. ബൈബിൾ പറയുന്നു അവരുടെ വെച്ച ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് അനുഗ്രഹമായത് തന്റെ സൈന്യവുമായി തന്റെ മുമ്പിലേക്ക് നടക്കുമ്പോൾ ജ്യേഷ്ഠൻ വന്നു, എതിരേറ്റു. കൊല്ലുവാൻ അല്ലെങ്കിൽ തന്നെ കൊന്നുകളയുമെന്ന് ചിന്തിച്ചവൻ വളരെ സ്നേഹത്തോടെ തന്നെ കൈക്കൊള്ളുവാനിടയിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ദൈവസ്ഥലത്തണമെങ്കിൽ 1 നാമും മനുഷ്യനെന്ന
തമ്മിലുള്ള ബന്ധം ക്ലിയർ ആക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവർ രണ്ടുപേർ ഭിന്നിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ വിഷയത്തിൽ നിങ്ങൾ ജയം പ്രാപിച്ചിരിക്കണം. അയൽവാസിയുമായി ഭിന്നതയുണ്ടെങ്കിൽ അയൽവാസിയുമായി രമ്യതയിൽ വരണം. ഇല്ലാത്തവങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ കൊട്ടേഷൻ സംഘം, ദൈവത്തെ ഒരു കൊട്ടേഷൻ ഏജന്റായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ആ വ്യക്തി ഇന്നത് പറഞ്ഞു, അവിടെ കയറി അടിക്കണം. ഞാൻ പറയാം, അങ്ങനെയൊന്നും അടിക്കില്ല. അങ്ങനെ അടിക്കുന്ന ദൈവമല്ല, അങ്ങനെ അടിക്കുന്ന സാത്താന. ഒന്നാമത് നമ്മൾ മാനസാന്തരപ്പെട്ടാൽ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന വാക്കുകൾ നമ്മുടെ അകത്തൊന്നും പുറത്തേക്ക് വരത്തില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കേണ്ടതിന് അതാ ദൈവ പ്രവൃത്തി നമ്മിലേക്ക് ദൈവം അയക്കുന്നു. ഓർത്ത് ഞാനും എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നല്ല ഹല്ലേലൂയ പറയാമോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലിൽ മാറി. ഇപ്പോൾ ബൈബിൾ പറയുന്നു, ഇസ്രായേൽ തന്റെ മക്കളെ അരികിൽ വിളിച്ച് അവർ ഓരോ വ്യക്തികളായി ബ്ലസ് ചെയ്യാൻ തുടങ്ങിയ. ഞാൻ പറയാം ദൈവമക്കളെ, നിങ്ങളുടെ മക്കൾ ആരാകണം, എന്താകണമെന്ന് പ്രവചിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊക്കെ പിന്നെ പ്രായമായി, ഇനി 5 ദിവസം കൂടെ ജീവിച്ച് കുഴിക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞങ്ങൾക്ക് എന്തോ പ്രാർത്ഥനയാ. ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഭാവമുണ്ട്, ഭയങ്കര ശക്തിയുണ്ടോ? കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങൾ പ്രതീക്ഷ പോലെ വന്നില്ല. ഇതിനകത്ത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പ്രൊഫസേഴ്സും അല്ലെ ഉന്നതന്മാർക്ക് ഒരു വലിയ നിരസഭയും ഉണ്ടാകുന്നു. വേണ്ട, അപ്പന്മാരും അമ്മമാരും അപ്പൂപ്പന്മാരും അമ്മച്ചുമാരും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞോ, എൻ്റെ കൊച്ചുകുഞ്ഞ്, ഓരോ വ്യക്തിയുടെ മക്കളുടെ പേര് പറയണം. ഇന്ന വ്യക്തി ഇന്നലെ എത്തണം. യാക്കോബ് മക്കളെ അരികിൽ വിളിച്ചിട്ട്, ഇസ്രായേൽ മക്കളെ അരികിൽ വിളിച്ചിട്ട് അവരുടെ തലയിൽ കൈവച്ച ഓരോ വ്യക്തികൾ ആരാകുമെന്ന് പ്രവചിക്കുന്നുണ്ട്. 8ാമത്തെ വാക്യത്തിലെത്തിയപ്പോൾ യഹൂദയെ വിളിച്ച്, കുഞ്ഞെ വാ, യഹൂദേ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. അപ്പൊ യാക്കോബ് ഇപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ യഹൂദയെ വിളിച്ച് 3 അനുഗ്രഹം ഒരുമിച്ച് കൈമാറുകയാണ്. ഞാൻ പറഞ്ഞത്, ഞാനും നിങ്ങളൊരു ദൈവദാസി എന്ന നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ തലമുറയുടെ തലമുറ കൈവച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങണോ, തലമുറകൾ വർദ്ധിക്കാൻ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം കൃപയാൽ 2 മക്കളെ തോന്നും. മൂത്തോന് 25 വയസ്സ്, മോന് 22 വയസ്സ്. മോൻ കൃപയാൽ കഴിഞ്ഞ 6 വർഷത്തോളം നമ്മുടെ ഇവിടെ മുമ്പിരുന്ന എൽസദാൻ പാസ്റ്റർ മകൻ ഐസക് പാസ്റ്ററൊപ്പം അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ സഹശുശ്രൂഷകനാണ്. അടുത്ത വർഷം മുഴുവൻ മീഡിയമാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. മാത്രമല്ല, അവനൊരു കോഴ്സിലും പോയി കോഴ്സെല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ 2 പേരും മോളോ ദൈവകൃപയാൽ ട്രിവാൻഡ്രം ഹോമിയോ മെഡിക്കൽ ഹോമിയോ ഡോക്ടറായിട്ട് 3 വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 മക്കൾ ജനിക്കുമ്പോൾ അപ്പന്മാരും അമ്മമാരെ കാതുറന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ കഴിച്ച് ബ്ലസ്സിംഗ് പാസ്റ്റർ ആഴ്ചയിൽ 1 ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിക്കും. 2 പേരും ആഹാരം മാറ്റി, ഒരു നേരത്തെ ആഹാരങ്ങൾ മാറ്റി വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം, ആഴ്ചയിൽ 1 ദിവസം, മാസത്തിലൊരു 3 ദിവസങ്ങൾ മാറിയത് ഞങ്ങൾ ഉപവസിക്കും. വർഷത്തിൽ 21 ദിവസങ്ങൾ മാറിയ ദിവസം ഇതിനോട് കറിയാൻ ഞങ്ങൾ മീറ്റിങ്ങിനെ കൂടിയെത്താം. തലമുറകളെ ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർത്താൻ തുടങ്ങി. ഞങ്ങൾ എന്ത് ഹൃദയത്തിൽ എന്ത് ആഗ്രഹിച്ചു അതിൻ്റെ അടുത്ത നിങ്ങൾ പരിശുദ്ധമാവരെ വളർത്തിയത്. ശുശ്രൂഷക്കാരാണ്, പഠനത്തിലും ആത്മികമായി ഭൗതികമായി എല്ലാ നിലയിലുള്ള ഒരു വർദ്ധനവ് കുഞ്ഞുങ്ങളുടെ മേൽ കൈമാറിയത് ഞാൻ എൻ്റെ വൈഫും ദൈവസേനയുടെ തീരുമാനം മുടങ്ങാതെ മറുപടിയായി ചെയ്തപ്പോൾ പരിശുദ്ധാത്മ കുഞ്ഞുങ്ങളെ പണിയുവാൻ തുടങ്ങി. നമ്മളെല്ലാം ഈ കുഞ്ഞുങ്ങളെ വളർത്തും. നമ്മൾ ചിന്തിക്കുന്നത് ഈ ടീനേജൊക്കെ കഴിഞ്ഞ് 12, 14, 15, 16 വയസ്സ് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താമെന്ന് ചിന്തിക്കുമ്പോൾ പാക്ക് പരുവം കഴിഞ്ഞ് കമുകിൻ്റെ പരുവമാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മക്കളൊക്കെ ചിന്തിക്കുന്നു. അപ്പൊ ഈ കമുകിൻ്റെ പരുവമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഈ പാക്കായിരിക്കുമ്പോൾ തന്നെ മടിയിൽ കെട്ടി ചെയ്യേണ്ട പരുവമൊക്കെ ചെയ്ത് പോയാൽ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രയോജനം ചെയ്യും. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രയോജനമായിരിക്കും, അവർ നമുക്കും പ്രയോജനമായിരിക്കും. ഹാലിലൂയ പറഞ്ഞാൽ ഇപ്പോൾ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ വിളിക്കുന്നു, വരിക, ഞാൻ നിങ്ങളോട് ദൂത് പറയാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഇവിടുത്തെ പാസ്റ്ററിനോ ഗസ്റ്റ് പാസ്റ്റേഴ്സിനോ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറവാണ്. പ്രാർത്ഥിച്ചു നിങ്ങൾ എന്ത് കാഴ്ചപ്പാടിലൊന്നോ ആ കാഴ്ചപ്പാട് തലമുറകളെ വെളിപ്പെടേണ്ടതിനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലമുറ ആരാകണം, എന്താകണമെന്ന് പ്രവചിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളാണ്. ഹലോ,
പറയുമ്പോൾ നിങ്ങളെല്ലാം ഡൗൺ ആവും. ഇല്ലെങ്കിൽ പിന്നെ വചനം അങ്ങോട്ട് പോകത്തില്ല. വചനം, ഉപദേശം, അഭിഷേകം ഇതെല്ലാം ഒരുമിച്ച് പോകേണ്ടത്. ഇവിടെ പറഞ്ഞാണ്. അപ്പോൾ യാക്കോബ് ഇസ്രായേൽ തന്റെ മക്കളായ ഓരോ വ്യക്തികളും വിളിക്കുന്നു, വാ മക്കളെ, ഞാൻ അനുഗ്രഹിക്കാം. നീ ആരാകും? എന്ന് പറയും. നമ്മുടെ തലമുറകൾ ഇതുവരെ ഒന്നുമായില്ലെങ്കിൽ ഇനി അനുഗ്രഹിക്കും. തലമുറ അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം അവരിൽ നിവർത്തിയായി ചെയ്യുകയും ചെയ്യട്ടെ. വിളിച്ചിട്ട് പറയുന്നു, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ പെന്തക്കോസ് ഗോളത്തിൽ നിൽക്കുമ്പോഴാണ്. ദൈവകൃപ കഴുത്തിലേക്ക് അതിലൊക്കെ അണിഞ്ഞമായിട്ട് മാറ്റി നമ്മളിലേക്ക് ധരിച്ച് നമ്മൾ സഭയ്ക്ക് വരുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വിശുദ്ധന്മാരുടെ വേഷം കെട്ടിയാ വരുന്നത്. പക്ഷേ സഭയിൽ വരുമ്പോൾ വേഷം കെട്ടൽ മാത്രം പോരാ, നമ്മുടെ ജീവിതകാലം മുഴുവനും അതേ ലൈഫായിരിക്കണം. ക്രിസ്തീയ ജീവിതം അനുഭവമാണ്, അനുകരണമല്ല. അനുകരിക്കാം, ആരെ? ക്രിസ്തുവിനെ അനുകരിക്കാം, മറ്റോരെയും അനുകരിക്കാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നു. നമ്മൾ ക്രിസ്തു എങ്ങനെ നടന്നോ അതുപോലെ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി ലോകക്കാരെല്ലാം നമ്മളെ സ്നേഹിക്കണമെന്ന് നടക്കില്ല. അവരെന്തോ ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ലോകക്കാരെ സ്നേഹിക്കണം. ലോകത്തെ അല്ല, ലോകക്കാരെ, അതാ അയൽവാസികളെ, നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള വ്യക്തിബന്ധം സൂക്ഷിച്ചു പോയാൽ, ഞാൻ പറയാം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് സുവിശേഷം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ നല്ല നടപ്പ് കണ്ടിട്ട് അവരൊക്കെ വിശ്വാസത്താൽ വരാൻ മുഖാന്തരമായി തീരും. ഇന്ന് പകലും ഞാൻ ആ പാട്ട് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നില്ല, യഹൂദേ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. അപ്പൊ സഹോദരങ്ങൾ, ഞാൻ പറയും, എന്റെ സഹോദരങ്ങൾ, എന്റെ അയൽവാസികൾ, എന്റെ പ്രിയ ദൈവകൃപയാണ് പാസ്റ്ററെ, എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസികളെ ചുറ്റുമുള്ള എന്റെ ബന്ധുക്കളാണ് എന്റെ വിശ്വാസികൾ എന്ന് പറയും, എന്റെ രക്തബന്ധം. അതാണ് എന്നെ അണ്ണാന്നൊക്കെ വിളിക്കുന്നത് വിശ്വാസികൾ. അപ്പൊ ആരും എന്നെ കണ്ടിട്ടല്ല, എന്റെ അകത്ത് ഒരുവൻ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ദൈവസംഘം മുടക്കിയത്, അവർ ദൈവസംഘം മുട്ടുമുടക്കിയത്, ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിയത്. ജാതി അനുഭവത്തിലൊന്നും ഇങ്ങനെ വിവിധ അനുഭവത്തിൽ നിന്നവരാണ് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടും ദൈവത്തെ ആരാധിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്നെ കണ്ടിട്ടല്ല, എന്റെ അകത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. അകത്തിരിക്കുന്നവനെ അവൻ ദൈവം വെളിപ്പെടുത്തുവാൻ അവസരം വന്നപ്പോൾ കൂട്ടമായി വിശ്വാസം വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിച്ച് കർത്തൃതയിലേക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെടുവാൻ ഇടയായെങ്കിൽ ഇന്നത്തെ ഞാൻ നിന്നോട് ആവർത്തിച്ച് പറയുന്നു, ഹല്ലേലൂയ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. ഇനി നമ്മുടെ സഹോദരങ്ങൾ നമ്മെ പുകഴ്ത്തണമെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വിശുദ്ധ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് തന്നെ 42-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു കേൾക്കാം. യെശയ്യാവ് 42:12 വാക്യം. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ മതി. ഒരു ഹാലലൂയ പറയാമോ? ഇത് പോരാ. അപ്പൊ ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു പോലെ പുറപ്പെട്ടു വരും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവത്തില്, ആരാധിക്കുന്ന ദൈവത്തില് താങ്കൾ ദൈവത്തെ എപ്പോൾ സ്തുതിച്ചു തുടങ്ങുമോ ആ നിമിഷം മുതൽ മറിയവനായ ദൈവം നമ്മിൽ വെളിപ്പെടുവാൻ തുടങ്ങി. നിങ്ങൾ സ്വന്തം പറഞ്ഞില്ല, അവന്റെ അധികാരം നമ്മൾ ചോദിക്കുവാൻ തുടങ്ങും, ആത്മശക്തി നമ്മിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. എന്തുകൊണ്ടാ ഇന്ന് നമ്മുടെ സമൂഹം പലപ്പോഴും നമ്മെ വെറുക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവിനായിരുന്ന് നമുക്കുള്ള ബോധ്യം അവർക്കില്ല. പിന്നെന്തായാലും വേഷം കെട്ടിയില്ലേ, ബൈബിൾ എടുത്തു പോയില്ലേ, അവൻ നിത്യത്തെ കുറിച്ച് കേട്ടുപോയില്ലേ, ഇങ്ങനെ അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോ ആലയത്തിൽ പോലും വരുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം, മഹത്വം ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങണം. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവനായി ദൈവം ഒരു വീരനായി നമ്മുടെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങണം. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
വലുവനായ ദൈവം നമ്മിൽ ഒരു വീരനായി എഴുന്നേറ്റ് വരുമ്പോൾ നമ്മിൽ നാം സ്തുതിക്ക് അഭിഷേകത്തിന്റെ മധ്യ നമ്മിലൂടെ ചലിക്കുവാൻ തുടങ്ങുക. ആത്മവീര്യം നമ്മിലൂടെ ചലിക്കുവാൻ തുടങ്ങുക. അന്യായ ബന്ധനങ്ങൾ നാം സ്തുതിക്ക നിമിത്തം ദുരാത്മ ശക്തികൾ ഇളകുവാൻ തുടങ്ങുക. നാം സ്തുതിക്ക് അഭിഷേകത്തിന്റെ മധ്യ നമ്മിലൂടെ ചലിക്കുവാൻ തുടങ്ങുക. ഇന്ന് പകലിലും ദൈവ പ്രവൃത്തിയായി നമ്മെ സമർപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദയോട് പറഞ്ഞു, മോനെ, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, നിന്റെ സഹോദരങ്ങൾ നിന്നെ പുകഴ്ത്തുമെന്ന് ഇസ്രായേൽ തന്റെ മകനായ യഹൂദയുടെ തലയിൽ കൈവച്ചു എങ്കിൽ യഹൂദ ചെയ്യേണ്ട ജോലി സ്തുതിക്കുന്നവൻ അവൻ മൗനമായിരുന്നിട്ട് കാര്യമില്ല, വാക്കുടിയിരുന്നിട്ട് കാര്യമില്ല. കൃപയാൽ വാ തുറന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് വർഷം 32 വർഷം 94 ഇറങ്ങിയത്. അന്ന് എനിക്ക് 23 വയസ്സ്. അത് ഞങ്ങളൊക്കെ CSA ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ലോകത്തിന് വേണ്ടി പാപത്തിന് വേണ്ടി ജീവിച്ച വ്യക്തികളാണ്. അങ്ങനെ കൃപയാൽ ദൈവം രക്ഷിച്ചു. അതുപോലെ എൻ്റെ വീട്ടുമുറ്റം ഒരു സുവിശേഷ വേദിക്കാൻ ഞങ്ങൾ തുറന്നു കൊടുത്തു. ഞാൻ തന്നെ പ്രയർ സെൽ ആരംഭിച്ചില്ല, വാർമയിലൂടെ ഞാൻ വിശ്വാസിച്ചു. അന്ന് ഞങ്ങളൊരു പ്രയർ സെൽ 100 കണക്കിന് വേലക്കാരെ അതിനകത്തിട്ട് പണിതെടുക്കുവാൻ ദൈവത്തിന് കൃപ. കൈയും കാലൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നവർ, മന്ത്രവാദികൾ കൈവിട്ടവർ, മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ചവർ, ആന്തരികകളൊക്കെ നഷ്ടപ്പെട്ടവർ ആ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ പരിശുദ്ധമാണ് അവരെല്ലാം വിടിവിക്കുവാൻ തുടങ്ങി. കൂട്ടം ഞാൻ രക്ഷിക്കപ്പെടാൻ തുടങ്ങി, കൂട്ടം ഞാൻ സ്നാനപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ കൃപയാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പൊതു മിനിസ്ട്രിക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് സഭ മിനിസ്ട്രി ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങളുടെ ജോലി ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് വരുന്നു ആ വ്യക്തികൾക്ക് വേണ്ടി ഇട്ടുപിടിച്ചു നിൽക്കുക. അവർ ഹിന്ദുവായാലും കൊള്ളാം, ക്രിസ്ത്യാനിയായാലും കൊള്ളാം, മുസ്ലിമായാലും കൊള്ളാം, ഏത് ജാതിയും അതൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി ഒരു വിഷയവുമായി വന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഇട്ടുപിടിക്കും. ആ വ്യക്തി വിടിവിക്കപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു. രക്ഷയുടെ സന്ദേശം പോലും പറയുന്നതിന് മുമ്പ്, സ്നാനത്തെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് കൂട്ടമായി രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും തുടങ്ങി. അങ്ങനെ പറഞ്ഞ നൂറുകണക്കിന് വ്യക്തികൾ അവർ ഞങ്ങളെക്കാൾ ശക്തന്മാരായി അഭിഷിക്തന്മാരായി മാറ്റപ്പെട്ടു കഴിഞ്ഞതോ. ഇന്ന് പല രാജ്യങ്ങളിൽ ഞങ്ങളെക്കാൾ ശക്തമായി ഉപയോഗിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഈ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപ പ്രാപിച്ച് ഞങ്ങൾ മൗനമായിരുന്നില്ല. വീട്ടുമുറ്റത്തുപോലെ സിസ്റ്റമൊക്കെ വെച്ച് കെട്ടി അവൻ ശക്തിയോടെ വചനം പ്രസംഗിക്കും. നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കതൊരു വിഷയമല്ല. പ്രശ്നം ഞങ്ങളതല്ല, പ്രശ്നം കർത്താവിൻ്റെതാണ്. പറയട്ടെ, ഇപ്പോഴും ക്ലാസ്സിൽ ഒരു 3-4 ഡൈനാറ്റക്കും അങ്ങനെയുള്ള നല്ല ഒരു 14,000 വാഴ്ചയുടെ സിസ്റ്റമൊക്കെ വെച്ചാണ് ഹല്ലേലൂയ ഞങ്ങളിപ്പോൾ കർത്താവിനെ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ പരിശോധിക്കൽ കൊറ്റാമോ ഉദ്യാനം വരാം അനുഭവിച്ച ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ ഉമ്മ തറയുന്ന ഞങ്ങളുടെ ശബ്ദം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം ഒത്തിരി പേർക്ക് ഈ ശബ്ദം അലർജിയ, പക്ഷെ എന്റെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് പോലെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോ ദേശത്തെ ദുരാത്മ ശക്തികൾ ഓടാൻ തുടങ്ങി. വചനം പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദൈവത്തിൽ പ്രസ്താവിക്കട്ടെ. ഒരു വീരനെ പോലെ പുറപ്പെടും. എവിടെയാ വീരനായി ഇറങ്ങുന്നത്? ഞാൻ പറയും, എങ്കിൽ ദൈവം ഒരു വീരനായി എഴുന്നേറ്റ് വന്നു. നിങ്ങളിൽ ദൈവം വീരനായി എഴുന്നേറ്റ നിങ്ങളുടെ ഈ ഉണങ്ങിയ പ്രാർത്ഥന മാറുക, ഉണങ്ങിയ സ്തോത്രം മാറുക. നിങ്ങൾ ആത്മവീര്യമുള്ള അഭിഷേകം നിറവുള്ള അന്യാരാധന ശക്തികൾക്കെതിരെ പടവെട്ടുന്ന പടയാളികളായി മാറ്റപ്പെടുക. ഈ പല പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അല്പസമയം 2 കരങ്ങൾ ശക്തിയോടെ ചേർത്തടിച്ച് അഭിഷേകത്തിനായി വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളുടെ നാവിൽ പുതു ഭാഷകൾ നൽകുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആത്മനദിയെ നിറയുക. സാധാരണക്കാരനല്ലേ, ഈ ഒരു സാധാരണക്കാരിയല്ലേ. നിങ്ങളുടെ ആത്മസ്വാധീന ആത്മാവ് കൽപ്പിച്ചുള്ള ഫല ശത്രുവിൻ പദ്ധതികൾ അഴിഞ്ഞു മാറുന്നു. ഇരുളിന്റെ മണ്ഡലങ്ങൾക്കെതിരെ പടപെട്ടുക. തുറന്ന ദൈവത്തെ സ്തുതിച്ച് ആരം മരിക്കുന്നത് പോലെ തന്നെ അതിന്റെ ശബ്ദത്തിന്റെ അകലത്തിൽ പുറത്തു വരട്ടെ. അന്യഭാഷയായി, സ്തുതിയായി, സ്വാത്രമായി, ആരാധനയായി ദൈവമഹത്വം നിങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് വരട്ടെ.
ശത്രുവിൻ കോട്ടകൾ ഇടിയുന്നു, ശത്രുവിന്റെ പദ്ധതികൾ തകരുന്നു. എവിടെ നീ മുട്ടുമടക്കിയോ, എവിടെ നീ പരാജയപ്പെട്ടുവോ, അവിടെ താഴ്ത്തി നിർത്തുന്ന അഭിഷേകം. സ്തുതിക്കുന്നവരെ, 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 നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുവാൻ തുടങ്ങുന്നു. ദേശം നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന മകനായത് ശത്രുവിന്റെ പദ്ധതികളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അസാധാരണ തീരുമാനങ്ങളെ നമ്മുടെ അകത്തോളം ദൈവം കത്തിച്ചെടുക്കുന്ന മഴക്കാലമാണ്. ശത്രു പരാജയപ്പെട്ടു വരട്ടെ, ശത്രുവിൻ പദ്ധതികൾ തകരട്ടെ. ഈ കൃപകൾ കൃപാവരങ്ങളിൽ നിന്ന് അതരത്തുനിന്ന് ഒഴുകി തുടങ്ങുകയാണ്. ഏത് ബന്ധനങ്ങളെ പൊട്ടിക്കുമോ സ്തുതിക്കുന്ന ഒരുവന് കഴിയും, സ്തുതിക്കുന്ന ഒരുവർക്ക് കഴിയും. ഈ പരാജയം ജനമായി മാറുകയാണ്. വളരെ വെളിപ്പാടുകളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വലിയ ജനതയോട് പ്രസംഗിക്കുക. ഒരു സൈന്യത്തിന്റെ ഫലം യൗവനക്കാരുടെ ഇടയിൽ ഒരു നില പരിശുദ്ധത പൊത്തിയെടുക്കുകയാണ്. മക്കളെ വിട്ടുകൊണ്ട് യൗവനക്കാരികൾ ഇപ്പോൾ ആത്മാവിന്റെ നിറവേറ്റെടുക്കുക. നിങ്ങളുടെ നാവിൽ തീപിടിക്കുക, നിങ്ങളുടെ കൈകൾ തീപിടിക്കുക. ശത്രു വെച്ച വെല്ലുവിളികൾ, ശത്രുവിന്റെ പദ്ധതികൾ പരിശുദ്ധത പൊട്ടിച്ചെറിയുന്നു. ഇത് ജയത്തിന്റെ പകല. ശൂന്യതകൾ പൊട്ടുന്നു. ദൈവകൃപയായിരിക്കുന്നു. അന്യായ ബന്ധനങ്ങൾ അഴിയുന്നു. ശാപബന്ധനങ്ങൾ പൊട്ടുന്നു. തലമുറയായി നീ വളരത്തില്ല, നീ ഉയരത്തില്ല. പിശാച് മനുഷ്യനെ വെച്ച വെല്ലുവിളി ഇപ്പോൾ സ്വർഗ്ഗം പൊട്ടുകയാണ്. നിങ്ങളുടെ ശരീരം ഇതുവരെ കത്താത്തത്, ഇതുവരെ പ്രാപിക്കാത്തത്, ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തത് വിട്ടുകൊടുത്ത മഞ്ഞിൽ ഒരു തീരിന്റെ അകത്ത് കത്തുകയാണ്. നിന്റെ നാവ് തീപിടിക്കുന്നു. നിന്റെ അകത്തുള്ള അഭിഷേകം നദിയാൽ ഒഴുകപ്പെടുകയാണ്, മതിയായി ഒഴുകപ്പെടുകയാണ്. Hallelujah, 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 hallelujah. Praise the Lord, praise the Lord. സ്തുതിക്കുന്നവനെ, സ്തുതിക്കുന്നവനെ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുന്നു. Amen, amen, amen. നിങ്ങൾ ദാവീദിനെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അതിന്റെ ഞായറാഴ്ച ദാവീദും ഗോലിയാത്തിന്റെ ഞായറാഴ്ച നമ്മുടെ സഭകളില്ല. കുഞ്ഞുപ്രായം മുതലേ അപ്പൻ ആടുകളെ തീറ്റിപ്പോറ്റുവാ വനാന്തരത്തിൽ ഒറ്റപ്പെട്ടവനായി ജീവിതകാലം മുഴുവൻ വേർതിരിക്കപ്പെട്ടവൻ. പക്ഷേ അവൻ്റെ ആടുകളെ നന്നായി പോറ്റിയ ശേഷം അവൻ ഏതെങ്കിലും വൃക്ഷത്തണലിൽ വന്നിരുന്ന കൈകളിലെ കിന്നരമെടുത്ത് അവൻ ദൈവത്തെ സ്തുതിക്കുക പതിവായി, ദൈവത്തിന് മഹത്വം കൊടുക്കുക പതിവായി. ഇത്ര നാൾ സ്തുതിച്ചിട്ടൊന്നും കിട്ടിയില്ലെന്ന് നിങ്ങൾ പറയരുത്. ഈ സ്തുതിക്കാൻ വേണ്ടി സ്തുതിച്ച ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ മാനിച്ചു, ദൈവ പ്രവൃത്തികൾ നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങി. ശൂന്യത കഴിയുകട്ടോ. ഏത് പ്രവാചകനോട് പ്രവചിച്ചാൽ എത്രയോ പ്രവചനം കേട്ട് നമ്മുടെ ലൈഫ് നമ്മൾ പാഴാക്കാതെ കേട്ട പ്രവചനത്തിന് മുമ്പിൽ ദൈവസം മുഴങ്ങാൻ നടക്കാൻ തയ്യാറാണ്. ശൂന്യതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന നല്ല അപ്പാ, കഷ്ടതയുടെ നടുവിൽ കൈവിടാതെ കരപിടിച്ച് നടത്തുന്ന നല്ല കർത്താവ് ഇന്ന് പകലും ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുക. കരമുയർത്തി കർത്താവിന് നല്ല ഹല്ലേലൂയ പറയാതെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. നോക്കണേ, ഏകാന്തതയിലും ശൂന്യതയിലും വന്യമൃഗങ്ങൾ കൂട്ടമായി വരാവുന്ന സാഹചര്യമുണ്ടായിട്ടും കുലുങ്ങാത്തത്. കാരണം അഭിഷേകത്തിൽ വീഴപ്പെട്ട ശേഷം സിംഹം വരുമ്പോഴും തൻ്റെ ആടുകളെ പിടിച്ച സിംഹത്തെ അടിച്ച് പിന്നത്തിൽ തൻ്റെ മേൽ ചാടിയെടുക്കുമ്പോൾ അവൻ കീഴിരിക്കുകയാണ്. നമ്മൾ സ്തുതിക്കുന്ന ദൈവമേ, നിന്റെ അകത്തുള്ള ഭയം പുറത്തു പോകും, അകത്തുള്ള ഭയം പുറത്തു പോകും. എത്ര പാസ്റ്റേഴ്സ് അറിയോ? ഇന്നോ
ഭയത്തിൽ അനുഭവപ്പെട്ടു, നിരാശയ്ക്ക് അനുഭവപ്പെട്ടിരിക്കുക. നമ്മുടെ ദൈവവേദന ദൈവം താങ്കളെ വിളിച്ചപ്പോൾ ഈ ലോകത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ മുട്ടുമുടക്കുവാനല്ല, പ്രശ്നങ്ങളുടെ മുമ്പിൽ മുട്ടുമുടക്കുന്നില്ല, സാധാരണ തന്ത്രങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകാനില്ല. അഭിഷേകം പ്രാപിച്ച ദാവീദിനെ പോലെ എതിരായി വരുന്ന സിംഹത്തിന്റെ ശക്തികളെ, നമുക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങുന്നത് പതിയിരിക്കുമ്പോൾ അവന് കീറിയെറിയുന്ന ഒരു അഭിഷേകം ഈ സഭയ്ക്കകത്ത് ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ജനത്തിന് മേൽ സ്വർഗ്ഗം കൽപ്പിച്ചാക്കി ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുക. ഏതൊരു പരാജയത്തെയും ജയമാക്കി മാറ്റുന്ന എന്റെ ദൈവത്തിന്റെ കരമെന്ന് പതിനകത്ത് ചലിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ വൈഫ് തന്റെ സാക്ഷ്യങ്ങളോട് പ്രസ്താവിച്ചു, എത്ര പ്രാവശ്യം വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ടവളെന്ന അന്ന് നിങ്ങൾ കേട്ടതാ. പക്ഷെ കൃപയാൽ ഇന്ന് എന്റെ വൈഫ് ജീവിച്ചിരിക്കും. എന്റെ വിവാഹം കഴിഞ്ഞ് 10ാമത്തെ മാസം ട്രാൻഡ് മെഡിക്കൽ സയൻസ് പറഞ്ഞ എന്റെ വൈഫ് 2 ദിവസം ജീവിക്കുന്നു. വായിലൂടെ പുറത്ത് ബ്ലീഡിങ്, ശരീരം മുഴുവൻ ബ്ലഡ് ക്ലോട്ടായി, ക്യാൻസറിന്റെ മുഴയായി ശരീരം മുഴുവൻ വലിയ വലിയ മുഴകൾ തൂങ്ങി. അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ച് 2 ദിവസത്തിനകത്ത് മരണപ്പെട്ടു പോകുമെന്നോ ട്രാൻഡ് മെഡിക്കൽ കോളേജ് അന്നത്തെ ഹെമറ്റോളജി വിഭാഗം കൈവിടുമ്പോൾ കൃപയാൽ പറയട്ടെ, എന്നും മരിച്ച ശവടക്കം നടത്തുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി ആ സ്ഥാനത്ത് സ്വർഗ്ഗം ദൂതന്മാരെ അയച്ച് എന്റെ വൈഫിന്റെ പേര് വിളിച്ച് ദൈവങ്ങളെ വിളിച്ചു. 1999 ഫെബ്രുവരി മാസം എന്റെ വിവാഹം, ഡിസംബർ മാസത്ത് എന്റെ വൈഫിന്റെ മാരകമായ രോഗം. അങ്ങനെ ഡിസംബർ 99 ഡിസംബർ 31 25 രോഗം, 31 മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ച് അവരുടെ വീട് നെല്ലിമുട. ആ നെല്ലിമുടുള്ള ഭവനത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട് അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാൻ കഴിയാതെ തൊണ്ട മുതൽ ശരീരഭാഗങ്ങളിൽ ക്യാൻസറിന്റെ മുഴവം തൂങ്ങി നിൽക്കുമ്പോൾ മെഡിക്കൽ സയൻസ് പറഞ്ഞു ജീവിതമില്ല. പിശാച് കാതിൽ മന്ത്രിച്ചു, പോയി നിന്റെ ലൈഫ് 10 മാസമായിട്ടുള്ളൂ, തലമുറയായിട്ടില്ല. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ അവൾ ബെഡിൽ കിടക്കുമ്പോൾ ഇതുപോലെ പാൽ വിരിച്ച് മുഴങ്കാൽ മടക്കി എപ്പോഴും പ്രാർത്ഥിക്കുന്ന മുഴങ്കാൽ മടക്കുന്ന മണിക്കൂറുകൾ താഴെ തന്നെയുള്ള പ്രാർത്ഥിക്കുന്ന ഭാഷ എല്ലാ ദിവസവും തന്നെ മണിക്കൂറുകൾ ഇരുന്ന ശേഷം എഴുതിട്ട് പോകും. എന്നാൽ അത് ഒത്തിരി ആ രാത്രി മുഴുവൻ അവളുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കി. അവളുടെ രോഗം മൂർധന്യാവസ്ഥയിൽ വന്നതല്ലാതെ രോഗം കുറഞ്ഞില്ല. 2000 ജനുവരി 1 എല്ലാവരും പുതുവർഷ പുലരിയിൽ, എന്നാൽ 2000 വളരെ പ്രാധാന്യത്തോടെ കണ്ടവരാണ് നമ്മളെല്ലാവരും. അന്നത്തെ ആൾക്കാർ, ഇന്നത്തെ കുട്ടികളുടെ കാര്യമല്ല. ആ പുതുവർഷ പുലരി എല്ലാവരും സന്തോഷിക്കുമ്പോൾ അപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയുടെ കട്ടിൻ്റെ സൈഡിൽ അതേ പായിൽ തന്നെ മുഴങ്ങാൻ നിന്നുകൊണ്ട് കരയുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 10 മാസമായിട്ടുള്ളൂ. ഒരു നന്മയും കണ്ടിട്ടില്ല. ജീവിതമെല്ലാം വഴിമുട്ടി അസ്തമിച്ചു. വൈദ്യശാസ്ത്രം പറഞ്ഞനുസരിച്ച് ആ 2000 ജനുവരി 1 ആ പകലോ വൈകുന്നേരമോ രാത്രി എപ്പോഴെങ്കിലും അവളുടെ മരണം പ്രതീക്ഷിക്കുക. ആ 2 അടുത്ത ദിവസം 2 അവളുടെ ശവം അടക്കുന്ന വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ട്. വീട്ടിൽ വരുമ്പോൾ രോഗം മൂർധന്യാവസ്ഥയിലായി. പക്ഷേ ശരീരം മുഴുവൻ ക്യാൻസർ മുഴകൾ ഇങ്ങനെ തൂക്കാൻ തുടങ്ങി. അങ്ങനെ കരയണത് ചെയ്യാൻ 2000 ജനുവരി മാസം നെയ്യാറ്റിൻകര ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത് വലിയൊരു ക്രൂസേർ നടക്കുന്നുണ്ട്. ആർക്കും ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. 99 ഡിസംബർ 30, 31, 2000 ജനുവരി 1 ആദ്യ 2 ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. 2ാമത്തെ ദിവസം ഞാൻ എൻ്റെ മനസ്സൊക്കെ അങ്ങ് കുടഞ്ഞ എത്ര വിശ്വാസം പ്രസംഗിക്കുന്നവരായാലും എൻ്റെ പ്രതിസന്ധികളൊന്നും തളർന്നു ഭാഷ മനസ്സ് പതറിയ ഞാൻ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് ക്ലാസ് റൂമിൻ്റെ വരാന്തയിൽ ഇരുന്ന ബെഞ്ചിൽ കവിഞ്ഞിരുന്നു കൊണ്ട് ഹൃദയം പൊട്ടി വാത്തോടെ നിലവിളിച്ച് നമ്മൾ കർത്താവിനെ നിനക്ക് മാത്രമേ വിടുവിക്കാൻ കഴിയൂ. അന്ന് അതിന് പ്രസംഗിച്ച ദേവദാസൻ പറഞ്ഞ പദം യഹോവയുടെ ദൈവം. അവർ കരുതുന്ന ദൈവം
തന്റെ ആ ദൈവദാസൻ 1.25 മണിക്കൂർ, എനിക്ക് തോന്നി 8 മണിക്ക് പ്രസംഗം തുടങ്ങി 9:15 വരെ 1.25 മണിക്കൂർ മനുഷ്യൻ വാതോരാതെ യഹോവയിലെ എന്ന വിഷയത്തെ ആസ്പദമാക്കി 2-3 പോയിന്റുകൾ പറഞ്ഞു. തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവൻ, തക്ക സമയത്ത് കരുതുന്നവൻ, അത് യഹോവ തന്നെ കരുതി. 3-4 പോയിന്റുകൾ പറഞ്ഞു, ഓരോ അനുഭവങ്ങൾ പറഞ്ഞ് ദൈവദാസൻ സൂക്ഷിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് വിങ്ങിപ്പൊട്ടി, എന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ ഹൃദയം ഇങ്ങനെ അവൻ വിങ്ങിയിരിക്കുന്ന സമയത്താണ് അവൻ 9:15 മണിയാകുമ്പോൾ അദ്ദേഹം പ്രസംഗം നിർത്തി പ്രാർത്ഥിക്കുവാനായി രോഗശാന്തി ശുശ്രൂഷിക്കുവാൻ ആ മനുഷ്യനെ സകല ജനത്തെ എഴുന്നേൽപ്പിച്ച സ്റ്റേഡിയത്തിലേക്ക് ആയിരങ്ങൾ തിങ്ങിക്കൂടിയ ആ ഗ്രൗണ്ടിന്റെ ഒരു കോണിൽ ആ ഹൃദയം പൊട്ടി കരഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരുന്ന് എന്നെ പോയിട്ട് ബാക്കി എല്ലാവരും ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ സ്റ്റേജിന് മുൻപിലേക്ക് നടന്നു. ഞാൻ അവിടെ ഇരുന്ന് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ വചനം പ്രസംഗിച്ച ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു, മരണത്തോട് മല്ലടിച്ച് ഭവനത്തിൽ മരണക്കിടക്കയിലായിരിക്കുന്ന സിസ്റ്റർ ഷെർലി, യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി നിന്റെ മരണക്കിടക്കയിലേക്ക്. എനിക്കിരിക്കാൻ പറ്റില്ല. മരണത്തോട് മല്ലടിച്ച് മരണക്കിടക്കയിലായിരിക്കുന്ന സിസ്റ്റർ ഷെർലി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഒരൊറ്റ ഓട്ടം ദൈവദാസൻ ആ സമയങ്ങളിൽ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവദാസൻ പ്രവചിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ ആ പ്ലാറ്റ്ഫോമിലെത്തി. ഞാൻ പറഞ്ഞ എന്റെ വൈഫിന്റെ പേരാണ് ഷെർലി. ദൈവദാസൻ പ്രവചിച്ചതുപോലെ കഴിഞ്ഞ രാത്രിയിൽ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് ബ്ലഡ് ക്യാൻസറിന്റെ മാരകമായ രോഗം എന്ന് വിധി എഴുതി 2 ദിവസം പോലും ഇനി ആയുസില്ലെന്ന് പറഞ്ഞു മടക്കി അയച്ചവൾ എന്റെ ഭാര്യ ഷെർലി. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞ അതേ കണ്ടീഷനിലായിരിക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചു കിടക്കുക. കൃപയാൽ ആ ദൈവദാസന്റെ തലവിൽ കൈവച്ച അന്ന് ചില ദൂതുകളും വെളിപ്പാടുകളും പ്രവചനങ്ങളും അവിടെ അറിയിക്കുവാൻ തുടങ്ങി. കൃപയാൽ പറയട്ടെ, ആ ഭവനം രാത്രി ഞാനൊരു 10-10:30 മണിയോടുകൂടെ ഭവനത്തിലെത്തി. വെറും പ്രാർത്ഥിച്ച പച്ച വെളിച്ചെണ്ണ വസ്ത്രേ എന്റെ വൈഫിന്റെ ഉച്ചം തല മുതൽ ശരീരം മുഴുവൻ ഇങ്ങനെ ക്യാൻസറുകൾ ഒന്ന് കറുത്തകളും പച്ചകളും ചുവന്നകളും 3 കളറുകളായി ശരീരം ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ആ ശരീരത്തിലെല്ലാം ഭാഗങ്ങളിൽ വെള്ളക്കിടക്കെ നോക്കിയില്ല, ശരീരത്തെ ഓമ്പരിക്ക് നോക്കിയില്ല, പച്ച വെളിച്ചെണ്ണ ശരീരം മുഴുവനും ഉപേക്ഷിച്ചു. ദിവസങ്ങളായി ഒരാഴ്ചയോളമായി രോഗം വന്നിട്ട് എന്റെ ഭാര്യയുടെ കിടക്കി അതേ രീതിയിൽ തന്നെ ഞാനും കിടന്നു. അടുത്ത 2000 ജനുവരി 2 സൂര്യൻ ഉദിച്ചിട്ടില്ല, നേരെ പുലർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുക. ആ രാത്രിയിൽ ഇങ്ങനെ എഴുന്നിട്ടെന്നൊക്കെ ഞാൻ പ്രസംഗിച്ചെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര രാത്രി എന്നറിയോ വാസ്തവേ? ദൈവം ഞങ്ങളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ലോകത്തിന്റെ പല രാജ്യങ്ങൾ കൊണ്ടുപോയി ഉപയോഗിച്ചതിന്റെ പിന്നിൽ എത്ര രാത്രി ഞങ്ങൾ ഉറങ്ങാതെ മുഖത്തോട് മുഖം നോക്കി കണ്ണുനീരോടെ കിടക്ക നനച്ച ദിവസങ്ങളുണ്ട്. എൻ്റെ ഭാര്യ ഇടയ്ക്കും മോളോട് പറഞ്ഞു, പിള്ളേർക്കുന്ന കഷ്ടത അറിയത്തില്ലല്ലോ, അവരെന്ത് ചോദിച്ചാലും ഞങ്ങൾ അവർക്കെല്ലാം വാങ്ങിക്കൊടുക്കും. പിന്നെ നമുക്ക് കർത്താവിനെ കൊടുത്ത ഒരു ശുശ്രൂഷകരാണ്, അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സ്നേഹിക്കും. മോളോട് കഴിഞ്ഞ ആഴ്ച പറയുന്നുണ്ട്, മോളെ എൻ്റെ വൈഫ് പറഞ്ഞതാ, അവിടെ ഉപയോഗിച്ച തലയണ പിഴിഞ്ഞാൽ എത്ര കുപ്പി നിറച്ച് കണ്ണീര് വേണമെങ്കിലും കിട്ടും. അത്ര കരഞ്ഞിട്ടുണ്ട്, അത്ര ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതം. കൃപയാറുള്ള പാവപ്പോൾ സാധാരണക്കാരെ MBA ഉൾപ്പെടെ 6 ഡിഗ്രി ആവുന്നുണ്ട്. MBA ഉൾപ്പെടെ 6 ഡിഗ്രി ഉള്ള എന്നെ കുഴപ്പമുണ്ട്. ഞാനിവിടെ നിൽക്കും, അവിടെ ശുശ്രൂഷിക്കുക. ഞാൻ പറഞ്ഞത് ആ അടുത്ത പ്രഭാതം 2000 ജനുവരി 2-ാം തീയതി ഒരു 4-5 മണിയാകുന്ന സമയത്ത് എന്നെ തട്ടി. ഞാൻ നല്ല ഉറക്കം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. അവൾ പറഞ്ഞപ്പോൾ യേശു എന്നെ സൗഖ്യമാണ്. നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല, ജാതികളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കേൾക്കുമ്പോൾ പാസ്റ്റർ നിലവിളിയോടെ വാവിട്ട് നിലവിളിച്ചു. ജാതികൾ ക്രിസ്ത്യാനികളും പെന്തക്കോസ്തരും വാതിറക്കില്ല. വാതിറക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഭാര്യയുടെ ഞാൻ പറയുന്നത് ഞാൻ വേഗത്തിൽ ലൈറ്റിട്ടു. വായെല്ലാം പൊട്ടി ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരുന്നതാ, ശക്തമായി ബ്ലീഡിങ്ങിലൂടെ ബ്ലഡ് പൊക്കൊണ്ടിരുന്നതാ, ശരീരം മുഴുവൻ ക്യാൻസർ മുഴുവൻ തൂങ്ങിയതാ. അടുത്ത പ്രഭാവം നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ബ്ലഡ് സ്പോട്ട് പോലും ഇല്ലാതെ 100% ആരോഗ്യത്തോടെ പുഷ്ടിയോടെ സൗഖ്യം അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സത്യമായ എന്റെ ഭാര്യ ഉയർത്തതാ, വിടുതലല്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചതായി.
മെഡിക്കൽ സയൻസ് പറഞ്ഞ 2-ാം തീയതി അവന്റെ 1-ാം തീയതി അർദ്ധരാത്രിയോ 2-ാം തീയതിയോ അവൾ മരണപ്പെടും, ശവമടക്കുന്ന മെഡിക്കൽ സയൻസ് വിലയിരുത്തിയ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, എന്റെ കർത്താവ് ആ പ്രഭാതത്തിൽ അവളെ 100% ആരോഗ്യത്തോടെ ഉയർത്തി. അതിന് 2-ാം തീയതി ഞങ്ങൾ കുടുംബമായി നെയ്യാറ്റിൻകര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് അടുത്ത ദിവസത്തെ അവസാന ദിവസത്തെ യോഗം ഞങ്ങൾ സാക്ഷ്യം പ്രസ്താവിച്ച സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കൃപയിൽ പറയട്ടെ, എൻ്റെ വൈഫ് അമാരകമായ രോഗത്തിൽ സൗഖ്യം പ്രാപിച്ച് ആ ജനുവരി മാസം എൻ്റെ മൂത്ത കുഞ്ഞിനെ അവൾ പ്രഗ്നന്റ് 2000 ജനുവരി. കാരക്കോണം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് SAT ഉൾപ്പെടെ 7 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു. ഒന്ന്, ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ മാരകമായ രോഗം വന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കില്ല, ഈ രോഗത്തിന് ചികിത്സയില്ല. 2, ഏത് സമയവും എൻ്റെ കുഞ്ഞ് ബ്ലീഡിംഗ് ഉണ്ട്, കുഞ്ഞ് അബോർഷനായി പോകാം. 3, ഒരു കുഞ്ഞുണ്ടായാൽ 100% അമ്മബുദ്ധിയോ അംഗവൈകല്യമുള്ള കുഞ്ഞേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ 2000 ഒക്ടോബർ മാസം 10-ാം തീയതി 10/10/2000 എൻ്റെ മൂത്ത കുഞ്ഞ് ജനിച്ചു. അവൻ കഴിഞ്ഞ 2025 ഒക്ടോബർ ആയപ്പോൾ അവൻ 25-ാമത്തെ വയസ്സിൽ പ്രവേശിപ്പോൾ 26-ാമത്തെ വയസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മുടെ രാജ്യത്ത് പോലും ഒരു നല്ല പഠനമോ നല്ല ജോലി കിട്ടണോ നല്ല ബ്രില്യൻ്റായ കുട്ടികൾക്കേ കിട്ടത്തുള്ളൂ, അല്ലേ? ജർമ്മനിയിലൊക്കെ ചെന്നൊരു സാധാ കോളേജിൽ പോലും അഡ്മിഷൻ എടുക്കാൻ യോഗ്യത കിട്ടുമ്പോൾ അത്രയും ഹൈ പീരിയഡ് ആയിരിക്കും. പക്ഷെ വൈദ്യശാസ്ത്രം ചാപിള്ള എന്ന് പറഞ്ഞവൻ ഇപ്പോൾ 25-ാമത്തെ വയസ്സിൽ ജർമ്മനിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഐസക് പാസ്റ്റർ, ഞാൻ നമ്മുടെ ദൈവത്തിൻ്റെ മകന്റെ ഐസക് പാസ്റ്ററുടെ സഹശുശ്രൂഷകനായി നിൽക്കുകയാണ് 6 വർഷം. ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം, അടുത്തൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ മെഡിക്കൽ സയൻസ് പിന്നെയും ഞങ്ങളെ നോക്കി പറഞ്ഞു അടുത്തൊരു കുഞ്ഞുണ്ടാകത്തില്ല. പക്ഷെ എൻ്റെ മോള്, എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആകുന്നതിന് 1 മാസത്തേക്ക് മുമ്പോ ഞങ്ങളുടെ ചർച്ചയിൽ അന്ന് കർത്താവിന്റെ ദാസൻ ധർമ്മക്കണ്ണൻ കർത്താവിന് നിദ്ര പ്രാപിച്ചു. ശക്തമായ പ്രവാചകൻ എന്നെ എൻ്റെ വൈഫിനെ നോക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞതാണ്, അടുത്ത പാട്ടുകാരിയായ ഒരു പെൺകുഞ്ഞിനെ പറയട്ടെ. അവിടെ ജനിച്ചത് അവൻ ഒത്തിരി പ്രതിസന്ധികളുടെയാണ്. അവൾ ജനിക്കുമ്പോഴും അവളെ ഉദരത്തിൽ വഹിക്കുമ്പോൾ 2-3 ഹോസ്പിറ്റൽ അന്നും കൈവിട്ടു. എങ്കിലും കൃപകൾ പറയട്ടെ, അവളുടെ ആയുസ്സോടെ ആരോഗ്യത്തിൽ നിൽപ്പുണ്ട്. ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായം മുതൽ അവൻ മൈക്ക് പിടിച്ച് ചർച്ചയിൽ പാടാൻ തുടങ്ങി. 8 വയസ്സ് കഴിഞ്ഞത് മുതൽ അവൻ അന്നത്തെ യൂട്യൂബുകളിലൊക്കെ കാസറ്റുകളിൽ പാടാൻ തുടങ്ങി. പിന്നത്തെ യൂട്യൂബുകളിൽ എനിക്ക് വിനോദപ്രദമാണ് ഒത്തിരി പാട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം, ഇന്ന് അവളുടെ ആയുസ്സോടെ ആരോഗ്യത്തോടെ 2 പേരും അപ്പൊ ഞങ്ങൾ പാടുന്നു, ലോകരെല്ലാം കൈവടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷാകരൻ താങ്ങും താഴുമാ അവനെന്നെ മറക്കുകയില്ല, പൃഥ്വിയിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. അവരെല്ലാം കൈവിടുന്ന സമയം എൻ്റെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ കൈവിട്ടു. എൻ്റെ അയൽവാസികളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വിളക്കുന്നതിന് മാറ്റി നിർത്തിയതാണ്. എൻ്റെ വൈഫ് രോഗമൊക്കെ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 മാസം കൊണ്ട് രോഗിയായി പാസ്റ്റർ. പാദം പിടിച്ചൊക്കെ 2.5 വർഷം കല്യാണം കഴിഞ്ഞ സമയം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ നോട്ടം കർത്താവിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആയുസ്സുമായിരിക്കും. ആരൊക്കെ തിന്നിച്ചോ, ആരൊക്കെ പൂജിച്ചോ, ആരൊക്കെ മാറ്റി നിർത്തിയോ, അവരെല്ലാം ഞങ്ങളെ കൊണ്ട് മുട്ടുകുത്തി, അവരെല്ലാം രക്ഷിക്കപ്പെട്ടു, അവരെല്ലാം സ്നാനപ്പെട്ടു. പക്ഷേ അവരെല്ലാം ഞങ്ങളുടെ വിശ്വാസികളാണ്. ഞാൻ പറഞ്ഞ തമാശയല്ല കേട്ടോ, തമാശയല്ല. ഈ പ്ലാറ്റ്ഫോമിൽ തമാശ പറയേണ്ട ആവശ്യമില്ല. അതിനെ പറയുന്നു, സഹോദരന്മാർ, നിന്നെ പറ പുകഴ്ത്തു, എന്നെ പുകഴ്ത്തു സ്തുതിക്കുന്ന ദൈവമേ. സഹോദരൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങളെ നിന്ദിച്ചില്ലേ, നിങ്ങളെ പരിഹസിച്ചില്ലേ, നിങ്ങളെ മാറ്റി നിർത്തിയില്ലേ, നിങ്ങളെ തള്ളിക്കളഞ്ഞില്ലേ, നിങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ, അവർ നിങ്ങളുടെ മുട്ടുമടക്കുമ്പോൾ സമയം
ഈ പടരുന്ന ദൈവസ്വാധീനം ചലിക്കുന്ന വാർത്ത ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയവേഗത്തിലൂടെ തോന്നുന്നുണ്ട് ഭാഗങ്ങൾ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവവിശ്വാസം ഞാൻ സാക്ഷികളൊന്നും പറയാറില്ല ഇപ്പോ. എങ്കിലും പറയാതിരിക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ സാക്ഷി കേൾക്കുന്ന പലരിനകത്തിട്ട് പോകാം. ഞാൻ പറഞ്ഞത് നമ്മുടെ പകരം ദൈവമഹത്വം നമ്മൾ ക്ഷണിക്കുവാൻ ദൈവകൃപ നമ്മൾ ക്ഷണിക്കുവാൻ പോകുകയാണ്. ദൈവികാനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ ദൈവം നമ്മെ നിറയ്ക്കുന്ന പകരക്കാരമാകുകയാണ്. പിന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ കൈ വചനം പറയുന്ന സഹോദരന്മാർ നമ്മെ പുകഴ്ത്തും. അപ്പൊ നമ്മെ ഉയർത്തിയവരെല്ലാം നമ്മെ പുകഴ്ത്തണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ദൈവത്തെ സ്തുതിക്കുക. ഇനി എല്ലാവരും കാണുക സ്തുതിച്ചാൽ അവിടെ നിന്ന് ദൈവപ്രസംഗം വരത്തില്ല. എല്ലാവരും മാറി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മുടെ പ്രാർത്ഥന മുറി കയറണം, ബെഡ്റൂമിൽ കയറണം, കണ്ണടയ്ക്കണം, കഥകടയ്ക്കണം, വാ തുറക്കണം, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. ആമേൻ, ആമേൻ, ആമേൻ. സ്തുതിക്കുന്ന ദൈവമായത് ഓരോ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. നിന്നെ വേർതിരിച്ചത് സ്വർഗമെങ്കിൽ സ്തുതിക്കുന്നവരെ നിന്നെ വേർതിരിച്ചത് സ്വർഗമെങ്കിൽ നിന്റെ പരാജയമെല്ലാം ജയമാകും. പറയുന്നു നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ. അപ്പൊ നമ്മുടെ കൈ എവിടെ ഇരിക്കണം? അല്ലേ, നമ്മുടെ കൈ എവിടെ ഇരിക്കണം? പക്ഷെ നമുക്കിപ്പോ പറയാനുള്ള സാക്ഷ്യം ദൈവം കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നല്ലവരും ഞാൻ ഇങ്ങോട്ട് എത്തിയെന്ന് പറയാം. നല്ലവരും വല്ലഭരുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ കഷ്ടതയിലായിരുന്നു, രോഗത്തിലായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലതോ എന്റെ കൈ ശത്രുവിന്റെ പടിയിലായിരുന്നു പറയുന്നത്. ഞാൻ പറയാ, ശത്രുവിന്റെ കഴുത്തിൽ നമ്മുടെ കൈയിരിക്കുന്നിടത്തോളം കാലം അവൻ പരാജയനാണ്. നമ്മുടെ കാൽ അവന്റെ തലവിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ജയാളിയാണ്. ഒരു ജയാളിയുടെ അഭിഷേകം. നിന്റെ കൈ ശത്രുവിന്റെ കഴുത്തിലിരിക്കട്ടെ. ശത്രുവിന്റെ മുമ്പിൽ പരാജയം സമ്മതിക്കട്ടെ. സങ്കീർത്തനം 91:8 എന്താ പഠിപ്പിക്കുന്നത്? കാണാതെ പറഞ്ഞു. സങ്കീർത്തനം 91:8 സിംഹത്തിന്മേലും കുഴപ്പമില്ല, സിംഹത്തിന്മേലും അണലിന്മേലും അരിഞ്ഞവിട്ടും നിങ്ങളിപ്പോ എന്നാണോ നിങ്ങളോട് പറഞ്ഞു? സിംഹത്തിന്മേലും പിന്നെ വാങ്ങോട്ട് പറ. സിംഹത്തിന്മേലും അണലിന്മേലും ഞാൻ ചവിട്ടും. മാതൃന്നേ ഞാൻ ചവിട്ടും. ഞാൻ അവർക്ക് പറയാൻ പോണ ഞാൻ ചവിട്ടും. എന്റെ കാൽ ഈ ഉലകത്തിലെ പൈശാചിക മണ്ഡലങ്ങളെ ചവിട്ടുമെങ്കിൽ എടുത്തു പറയുന്നു, ബാലസിംഹത്തെ ഈ പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയും. ഞാൻ ചവിട്ടും, ഞാൻ മെതിക്കും. ഈ പകൽക്കാലം പൈശാചിക മണ്ഡലങ്ങളെ നോക്കിയിട്ട് അധികാരത്തോടെ വിളിച്ചു പറയുക, ശത്രുത്വത്തോടെ വിളിച്ചു പറയുക, ശത്രുവിന്റെ അടിസ്ഥാനത്തെ തകർക്കുക. കൃപ ലഭിച്ച ദൈവജനം കാര്യങ്ങളെ പറ്റി ശത്രുവിനോട് മാത്രം വിളിച്ചു പറ. എന്റെ കൈ ശത്രുവിന്റെ കഴുത്തിലിരിക്കെ, എന്റെ കൈ ശത്രുവിന്റെ കഴുത്തിലിരിക്കെ, ശത്രുവിന്റെ കഴുത്തിലിരിക്കെ. എന്റെ പരാജയം കാണുക, ഈ ശത്രുവിന് കഴിയില്ല. എന്റെ പരാജയം കാണുക, ഈ ശത്രുവിന് കഴിയില്ല. ഇത് നിന്റെ പരിഭാഷ എനിക്കെതിരെ അയക്കുക ശത്രുവിന് കഴിയില്ല. ആത്മപരച്ച് ചലിക്കപ്പെടുന്നു, അഭിഷേകം ചലിക്കപ്പെടുന്നു. നിങ്ങൾ കേട്ട മകന സിംഹത്തിന്മേൽ ആദ്യമേൽ നീ ചവിട്ടുകയോ, സിംഹത്തിന്മേൽ ആദ്യമേൽ നീ
ജീവിച്ചവരായി മാറുവാൻ പോകുകയാണ്. ദേശങ്ങളെ മുട്ടുമടക്കുക, ദേശങ്ങളെ അവകാശമാക്കുക, ജാതീയ ബന്ധനങ്ങളെ തകർക്കുക, സ്വർഗീയ അധികാരം സ്വർഗം നിങ്ങളിൽ കൈമാറുന്നവരല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സാധാരണക്കാരല്ല ദൈവമക്കളെ. പറഞ്ഞതുകൊണ്ട് നമ്മൾ ദൈവമക്കളിൽ പൂച്ചക്കുട്ടിയെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, സിംഹത്തിന്റെ മക്കൾ. ബൈബിൾ പറയുന്നു നമ്മുടെ അപ്പ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അവന്റെ കുട്ടികളെ പോലും ഗർജിക്കുന്നവരാണ്. പേടിച്ചോടുന്നവരല്ല സിംഹക്കുട്ടി. ഏത് കാന്തമൃഗത്തിന് മുമ്പിൽ, ഏത് മറ്റ് ദുഷ്ടജനജന്തുവിന്റെ മുമ്പിലും, ഏത് ദുഷ്ടമൃഗത്തിന്റെ മുമ്പിലും താരകത്തിൽ നിൽക്കുന്നവനാണ് സിംഹവും അവന്റെ കുട്ടികളുടെ മുമ്പിൽ. നമ്മുടെ അപ്പ അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അവൻ നമ്മെ എഴുന്നേറ്റാൽ സ്തുതിക്കുന്ന ദൈവദാസ, സ്തുതിക്കുന്ന ദൈവദാസി, അവൻ നിന്നിൽ എഴുന്നേറ്റാൽ ഒരു ശത്രുവിന് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ഒരു ആഭിചാര ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒരു മാന്ത്രിക ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒരു ഭൂജ ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒരു നേർച്ചയ്ക്ക് കാഴ്ചയ്ക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. എത്ര പവർഫുൾ ആണെന്ന് നീ വെല്ലുവിളിച്ച് അയൽവാസി നിനക്ക് വിരോധമായി ഏത് ക്രിയ നടത്തിയാലോ, ഇന്ന് പണം നിന്റെ അകത്തിരിക്കുന്നവൻ ഉലകത്തെ സൃഷ്ടിച്ചവനായ അവന്റെ നാമത്തിന്റെ ശക്തിയോ ഇപ്പോൾ ഒന്നുകൂടെ ശക്തരാകെ. പുതുശക്തി വ്യാപരിക്കട്ടെ, ആത്മനിയോഗങ്ങളിൽ ചലിക്കട്ടെ, ആത്മിക അധികാരം ചലിക്കട്ടെ, ശത്രുവിനെ പണർത്തുക. അന്യഭാഷ പറഞ്ഞ ആരംഭിച്ച് അന്യഭാഷ കുഞ്ഞുങ്ങളിലെ നാവിൽ അന്യഭാഷ ഉയരട്ടെ, അന്യഭാഷ ഉയരട്ടെ. അധികാരത്തിന്റെ ശബ്ദം പുറത്തുവിടുകയാണ്, ആത്മനദി പുറത്ത് ഒഴുകപ്പെടുകയാണ്. അധികാരത്തിന്റെ ശബ്ദമാണ്. ശത്രു പരാജയപ്പെട്ടവനാണ്. അവൻ ഒരിക്കലും ജയിക്കാൻ പാടില്ല. അവന്റെ തന്ത്രം നമ്മളെ ഭരിക്കുവാൻ പാടില്ല. അവന്റെ ശക്തിയിൽ അവന്റെ തന്ത്രമേ ഉള്ളൂ. ഇന്ന് പകൽ അവന്റെ തന്ത്രങ്ങളെ ചവിട്ടി വലിക്കുക. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ യോഗ്യതകൾ കൈവച്ചാൽ തിരിച്ചടിക്കും. ഞാൻ പറയാൻ കഴിഞ്ഞ 32 വർഷമായി മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ചാൽ എത്രായിരം സൗഖ്യമാണെന്ന് എനിക്കറിയില്ല. മന്ത്രവാദികളുടെ പക്ഷെ എത്ര വിടുവിക്കപ്പെടുന്ന എനിക്കറിയത്തില്ല. സമാധാനത്തിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ കൈകളുടെ നമ്മുടെ കൈകൾ ക്രിസ്തുവിന്റെ കൈകളായി മാറ്റപ്പെടും. നമ്മുടെ നാവ്, നമ്മുടെ ശബ്ദം ക്രിസ്തുവിന്റെ ശബ്ദമായി മാറ്റപ്പെടും. നമ്മൾ സാധാരണക്കാരൻ സാധാരണക്കാരനല്ല. നിറയപ്പെട്ടവനാണ്. മക്കളോട് കരമടിച്ച് ആത്മനിറവിൽ ഈ പകരം നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ അകത്തുള്ള ആരാധന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ അകത്തുള്ള ഈ കാലഘട്ടത്തിൽ ദേശങ്ങളെ കാത്തിരടിക്കുവാനുള്ള അന്ത്യകാല അഭിഷിക്തൻ നിങ്ങളുടെ അകത്തും എഴുന്നേൽക്കട്ടെ. ഇസ്രായേൽ ദൈവത്തിന്റെ സൈന്യമായി, ദൈവത്തിന്റെ സേനയായി, ദൈവത്തിന്റെ നാവായി നിന്നവൻ മോനോട് പ്രവചിക്കുന്നു, മോനെ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തി, നിന്റെ കൈ അപ്പോൾ ഇതിന്റെ ശത്രുവിന്റെ തലക്കയറ്റിൽ. നിനക്കറിയോ, ഇസ്രായേൽ എന്നൊരു രാജ്യമാണ്.
1948 വരെ ഇസ്രായേൽ എന്ന രാജ്യം ഭൂപടം മാറ്റപ്പെട്ടിരുന്ന രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ലോകത്തിന്റെ കണ്ണു മുഴുവൻ പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൽ ഇസ്രായേൽ യഹൂദന്റെ മുമ്പിൽ. യഹൂദനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അവൻ യഹൂദയാ. നിങ്ങൾക്ക് സ്വന്തം പറയാൻ പറ്റില്ല. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ. അവൻ ദൈവത്തിന്റെ സേനയാ. അവൻ ദൈവത്തിന്റെ പ്രഭുവാ. പകൽ ഈ വെളിപ്പാടില്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ്ത് ഗീതം വെറുതെ ആവും കേട്ടോ. നമ്മൾ ക്രിസ്തുവിന്റെ കാന്ത എന്നൊക്കെ പറഞ്ഞിട്ട് മണവാളനായി ക്രിസ്തുവിനെ എതിരേൽക്കാൻ പുറപ്പെടേണ്ട കാന്ത, മണവാളൻ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ നിറവില്ലെങ്കിൽ നമ്മൾ പാടാറുണ്ട്, മധ്യാകാശേ മധ്യാകാശേ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം, വെള്ളത്തിനാ വെള്ളത്തിനാ സഹോദരന്മാർ നിന്നെ പറഞ്ഞേ, നിങ്ങളുടെ മുഖഭാവം മാറുന്നില്ല. അകത്ത് ഒരു ആത്മദാഹം വന്നാലേ മുഖം മാറത്തുള്ളൂ. യഹൂദഗോത്രത്തിലെ സിംഹം നമ്മുടെ സിംഹം ഒരിക്കലും പുലിയുടെ മുമ്പിലോ കടുവയുടെ മുമ്പിലോ ചെമ്മയുടെ മുമ്പിലോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവരെ. യഹൂദഗോത്രത്തിലെ സിംഹത്തെ വഹിക്കുന്ന സിംഹക്കുട്ടിയാണ് താങ്കൾ. ഞാൻ തെളിയിച്ച പ്രസംഗിക്കാൻ പോകും. അമ്മേ, സിംഹക്കുട്ടി കൈകൊടുത്തു പറ, സിംഹക്കുട്ടി. നമ്മിൽ സിംഹക്കുട്ടി വെളിപ്പെടണം, സിംഹം വെളിപ്പെടണം, സിംഹം വെളിപ്പെടണം. ആരും കൈ കൊടുക്കുന്നില്ല. അമ്മേ, നമ്മൾ സിംഹക്കുട്ടിയാണ്. സിംഹം നമ്മുടെ അകത്തിരിപ്പുണ്ട്. പലരുടെ മുഖമൊന്നും കണ്ട പൂച്ചക്കുട്ടികളൊക്കെ ഇരിക്കുക. പൂച്ചക്കുട്ടി ചെറിയൊരു ശബ്ദം കണ്ടാൽ ഓടി മറയും. സിംഹക്കുട്ടി മറയില്ല കേട്ടോ. ഭൂമി ഇളകി എന്ന് പറഞ്ഞാലാണ് ഉയർത്തി നിൽക്കും. നന്മത ചെയ്യണം. അഭിഷേകമുള്ള ദൈവം നീ സിംഹക്കുട്ടിയാ. രക്ഷിക്കപ്പെട്ട ദൈവം നീ സിംഹക്കുട്ടിയാ. സ്നാനപ്പെട്ട ദൈവം നീ സിംഹക്കുട്ടിയാ. സ്നാനപ്പെടാനുള്ള ദൈവം നീ ഒരു സിംഹക്കുട്ടിയാ. ഈ യഹൂദഗോത്രത്തിലെ സിംഹം നിന്നിൽ എഴുന്നേൽക്കട്ടെ. Hallelujah! 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 കർത്താവിനെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമ്മുടെ നാവിൽ അധികാരമുണ്ട്, നമ്മുടെ നോട്ടത്തിൽ അധികാരമുണ്ട്. Amen. Amen. Hallelujah. അവസാന പോയിന്റ് ഇങ്ങനെയാണ്. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. ഉലകത്തിലെ മുഴുവൻ ജനതയും യഹൂദയെ സ്തുതിക്കുന്നവരെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ സമയമാണ്. എല്ലാവരും പറഞ്ഞത് പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ കുറെ ശബ്ദമിടാൻ മാത്രം വിളിക്കപ്പെട്ടെന്നല്ല. വലിയവനായ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനെ ആത്മാവിൽ സ്വീകരിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനെ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാനും നീയും. സ്വർഗം പറയുന്നു, ഉലകജാതി ലോകജാതി മുഴുവനും നിന്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്ന ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. മാസ്റ്ററെ, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്ന ഈ പറയുന്നത് നീ ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ ലോകം നിന്റെ മുമ്പിൽ മുട്ടുമടക്കുക, ലോക ജനങ്ങൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുക. പൈശാചിക ശക്തികൾ നിന്റെ കാൽക്കീഴിൽ തകർന്നു വീഴും. അയ്യോ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല
നടത്തി ചവിട്ടുവാൻ പിന്നെ ചവിട്ടുവാൻ. ഞാൻ നിനക്ക് കർത്താവ് ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. നമ്മൾ പലരുടെ ധാരണയുണ്ട് ഞാനിപ്പോൾ വിശ്വാസിയെന്ന്. വിശ്വാസിയല്ല, കർത്താവിന് വിശ്വാസികളല്ല. അങ്ങനെ ഏറ്റവും വലിയ വിശ്വാസി ആരെന്ന് അറിയാമോ? ഏറ്റവും വലിയ വിശ്വാസി യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. ഏറ്റവും വലിയ വിശ്വാസി സാത്താനാണ്. കാരണം യേശു ദൈവപുത്രൻ അവൻ വിശ്വസിക്കുകയും അവൻ വിറക്കുകയും ചെയ്യും. നമുക്ക് വിറയൊന്നുമില്ല, നമുക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഒരിക്കലും പൈശാചിക തന്ത്രങ്ങളുടെ മുമ്പിൽ അടിയറ പറയാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. നമ്മൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആരംഭിച്ച കാലം മുഴുവൻ ആദ്യത്തെ 2-3 വർഷം ഞങ്ങൾ കടന്നുപോയി തിരിച്ചുള്ള ഭയങ്കരമായി. അപ്പോൾ ഒന്ന് മനസ്സിലായത്, ദൈവം പണിയുന്നതല്ല തിരിച്ചുള്ള കരുതുക അല്ല. എല്ലാം ഉള്ളപ്പോ, എല്ലാവരും ഉള്ളപ്പോ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. സഹായിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാൻ സഹായിക്കുന്നവരുടെ ചോദിക്കും. ജീവിതത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ്, എല്ലാ വഴികൾ അറിയുമ്പോഴാണ് നമ്മൾ മുകളിലോട്ട് നോക്കുന്നത്. യാക്കോബിന് പിന്നെ ഞാൻ പറയട്ടെ, ഈ നമ്മളെ സഹോദരങ്ങൾ അണിയുന്ന ഡയറക്ടറൊന്നും എനിക്കറിയത്തില്ല. ഈ ആഭരണത്തിന് ഇപ്പോൾ 1,10,000 അങ്ങനത്തെ റേറ്റുണ്ട്. അങ്ങനെ റേറ്റുണ്ട്. ആ വില വന്നത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനത്തിന് ഈ വില വന്നത് എന്തെന്നറിയാമോ? ഇതിന് എവിടെ കയറ്റുന്നറിയാം? മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത ഉടനെ ജ്വലറിലല്ല കൊണ്ടുപോകുന്നത്, തീച്ചുളയ്ക്ക്. തീയിലിട്ട് കത്തിച്ച് അതിൻ്റെ മാലിന്യമെല്ലാം കളഞ്ഞ് അവസാനം പ്യുവർ ഗോൾഡ് ആകുമ്പോഴാണ് പരുവപ്പെടുത്തി AC റൂമിനകത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ നിങ്ങളെ വിശ്വാസം വന്ന ഉടനെ നമ്മളെ തൂക്കി അങ്ങ് ശുശ്രൂഷ ഏൽപ്പിച്ചാൽ നമ്മൾ 5-6 ദിവസം ചെയ്തിട്ട് പിന്നെ കഷ്ടത വരുമ്പോൾ കളഞ്ഞു പോകും. അപ്പോൾ ദൈവം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മെ തിരിച്ചുകൂടെ ഇവിടെ കൊണ്ടുപോകും. ഇപ്പൊ നമുക്കറിയാം, ഇരുമ്പ് കൊണ്ട് കൊല്ലൻ്റെ കീഴിൽ കൊടുത്താൽ അവൻ ആദ്യം ചെയ്ത് തൂക്കിയെടുത്ത് അങ്ങ് വർക്ക് വെച്ചിട്ടല്ല കയറ്റുന്നത്, അവൻ ആദ്യം തൂക്കിയത് തീയിലിട്ടണം. ഞങ്ങളൊക്കെ വർഷങ്ങൾ തീയിലിട്ട് അദ്ദേഹം പണിതെടുത്തു. വർഷങ്ങൾ പണിത് കേട്ടോ. ഒരു ദൈവത്തിന്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരായുധമാകുവാൻ വർഷങ്ങൾ ദൈവം പണിയേണ്ടതായി എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ. കഷ്ടത വരുമ്പോൾ എറിഞ്ഞിപ്പോകുന്നവനെ, കഷ്ടത വരുമ്പോൾ പിന്മാറിപ്പോകുന്നവനെ, പ്രതിസന്ധി വരുമ്പോൾ ദൈവസാന്നിധ്യം വിട്ടുപോകുന്നവനെ പോകുന്നവനെ ദൈവത്തിന് വേണ്ട ഭാഷ. ഈ ഇരുമ്പിനെ പോലെ കൊല്ലന്റെ കയ്യിൽ സമർപ്പിക്കുന്ന ഇരുമ്പ് ഏറ്റവും മൂർച്ചയുള്ള പണിയായുധമായി പുറത്തു വരും. ഏറ്റവും കൂടുതൽ തിരിച്ചുകൂടെ പോകുന്ന ഒരു കോടായി നോക്ക്. അവനിട്ട് ഒരു 5-6 വെട്ടുമ്പോൾ ഏത് വന്മരവും താഴെ വീഴുന്നത് കോടാലിന്റെ വെട്ടുക്കല്ല, അവൻ പോയ തീച്ചുളയുടെ അനുഭവം. നമ്മൾ അനുഭവിച്ച തീച്ചുളയാണെങ്കിൽ നമ്മൾ പൊന്നുപോലെ പുറത്ത്. നമ്മളൊക്കെ കൃപയാലെന്നോ കുടുംബത്തിൽ 4 ഞാനും എൻ്റെ വൈഫും മക്കളും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ അവരൊക്കെ ഇന്ന് ഒരു കാലത്ത് അനുഭവിച്ച കഷ്ടതകളുടെ അനുഭവങ്ങൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ സൺഡേക്ക് ഞാൻ പറയും, ഒരു നേരത്തിൽ ആഹാരം മാറ്റി വെച്ച് ഉപയോഗിക്കാൻ പഠിക്കണം. 3 വയസ്സ് മുതൽ ഒരു നേരം ആഹാരം മാറ്റി. ഒരു നോക്കും ക്ലോക്കിൽ 12 മണിയാകുമ്പോൾ ഒരു സൈഡിൽ വീട്ടുമുറ്റത്താണ് ടെൻറ്റ്. ഒരു സെറ്റിലുള്ള മോനും മോളുമൊക്കെ ആരും അറിയില്ല. അതൊക്കെ ചെന്ന് അവരുടെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. 12 മണിയുടെ പിടിച്ചു. ഇന്ന് കൃപയാൽ കഴിഞ്ഞ വർഷം എൻ്റെ മോനെ 21 വെച്ച് 3 പ്രാവശ്യം പോയിരുന്നു. അത് കഴിഞ്ഞ ഏപ്രിലൂടെ വരുമ്പോൾ 2 പ്രാവശ്യം 21 ഉപസിറ്റാണോ. ഞങ്ങൾ അതുപോലെ അറിയുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ കൊടുത്താൽ മാത്രം മതി, ബാക്കി കർത്താവ് പഠിപ്പിച്ചു. മക്കളെ, ദൈവം പണിതെടുത്താൽ ലോകം നമ്മുടെ മുമ്പിൽ മുട്ടുമുണ്ടായി. ദൈവം നമ്മെ പഠിപ്പിക്കാൻ വിട്ടു. തിരിച്ചുകൂടെ വരുമ്പോൾ അയ്യോ പൊള്ളുന്നതെന്ന് പറഞ്ഞ് ഓടുന്നവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് നല്ല ബന്ധം. പ്രശ്നങ്ങളുടെ നടുവിൽ അവിടെ ദൈവ സാന്നിധ്യം നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളത് ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിൽ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചത് മാത്രമല്ല, എവിടെയെല്ലാം വിടിവിക്കപ്പെട്ടതിൻ്റെ മെൻ്റൽ ഹോസ്പിറ്റൽ കൈവിട്ടത്, വർഷങ്ങൾ ചങ്ങലക്കിട്ട കേസുകളൊക്കെ ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നു കയറുമ്പോൾ നിലവിളിച്ച് വിട്ടുപോകും. ഭാഷ എന്താണെന്ന് എനിക്കറിയത്തില്ല. അന്ന് എനിക്കറിയാം ഞങ്ങൾ പോയി തിരിച്ചുള്ള ഭയങ്കരമായി. ചില കേസുകൾക്ക് പ്രാർത്ഥിക്കും.
എൻ്റെ ഇട കുട്ടിയ സ്തോത്രം. ഞങ്ങളെ തിരിച്ചു ഭയങ്കരമായി. പക്ഷെ രോഗശക്തികളെ കാണുമ്പോൾ ഞങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, രോഗശക്തി താങ്ങി അഴിഞ്ഞു പോകും, ഭൂതങ്ങൾ താങ്ങി അഴിഞ്ഞു പോകുന്നു. കാരണം ഞങ്ങൾ കടത്തത് ദൈവത്തിൻ്റെ തീച്ചുളയ്ക്കകത്ത ദൈവം അവരുടെ പണിതെടുത്തു. ഇന്ന് പകൽ കഷ്ടതയുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും പതറാതെ ഒറ്റ പദം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെടുത്ത 49 വാക്യം വായിച്ച് നമ്മൾ എഴുന്നേറ്റ് ആരാധിക്കാൻ പോകുക. മതി മോനെ, യഹൂദ ഒരു ബാലസിംഹം. എല്ലാവരും പറഞ്ഞാട്ടെ, ആ ശബ്ദത്തോടെ വായിച്ചു. ഇതുപോലെ യഹൂദ ഒരു ബാലസിംഹം. ശബ്ദം പോരാ. സ്തുതിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, ദൈവദാസ ദൈവദാസി, നീ ഒരു ബാലസിംഹമാണ്, നീ ഒരു ബാലസിംഹമാണ്. ബാലസിംഹം ഗർജിക്കുമ്പോൾ കാട് നടുന്നു, ബാലസിംഹം ഗർജിച്ചാൽ കാട് നടുന്നു. പകരം നമ്മുടെ അകത്തുള്ള അഭിഷേകത്വം നമ്മൾ ദേശാധിപതിയുടെ തല ചവിട്ടാൻ പോവുകയാണ്. എല്ലാവർക്കും ബൈബിൾ മടക്കി വെച്ച് വേഗത്തിൽ ചാടിയിട്ട് നിൽക്കാം. ഇന്ന് പകൽ നമ്മുടെ മേൽ ആടിക്കത്തും അന്ത്യകാലത്തിയുണ്ട്. മനക്കീബോർഡിലേക്ക് എല്ലാ കണ്ണുകളും അടച്ചാരുവിനെ കണ്ണുകൾ തുറന്ന് കാഴ്ചക്കാരായി നിൽക്കുന്നത്. കൃപകളും വരങ്ങളും നിങ്ങളുടെ മേൽ ചലിക്കപ്പെടുവാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ചു വായികളെ തുറന്ന് ദൈവ തേജസ് കൊണ്ട് സ്വർഗ്ഗമേ മൂടുവാൻ പോകുന്നു. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകൾ അടച്ചിരിക്കണം, കടഞ്ഞങ്ങൾ അടച്ചു നിൽക്കണം. നിങ്ങളുടെ മേൽ തീ വെളിപ്പെടാൻ പോകുക. നിങ്ങൾ ആള് മാറിയവനായി ആള് മാറിയവളായി മാറ്റപ്പെടുവാൻ പോകുക. തലമുറകളിൽ ശുശ്രൂഷകൾ കൈമാറുവാൻ പോകുക. ശൂന്യതകളെ കണ്ട് അവൻ ഓടുന്നവരല്ല, പ്രതികൂലങ്ങളെ കണ്ട് ഓടുന്നവനല്ല, ഓടുന്നവനല്ല ദൈവ പൈതൽ. എല്ലാത്തിനും തകർക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ കയറി വരാൻ പോകുക. എടുത്ത വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. യഹൂദായേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. 4ാമത്തെ പോയിന്റ് ഒറ്റ പദമാ, യഹൂദ ഒരു ബാലസിംഹം. സ്തുതിക്കുന്ന ദൈവമേ, നീ ഒരു സിംഹമാ. ഇന്ന് പകൽ നിന്റെ അകത്തുള്ള സിംഹം എഴുന്നേൽക്കട്ടെ, നിന്റെ അകത്തുള്ള സിംഹം ഒന്ന് എഴുന്നേൽക്കട്ടെ. ഈ പകൽ വാ തുറന്ന് കരങ്ങളെ തട്ടി കരം തട്ടി വാ തുറക്കാനാ പറഞ്ഞത്. കരങ്ങളെ അടിച്ച് വാ തുറന്ന് ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ.
കർത്താവിന്റെ ആരാധനയുടെ രണ്ടാം ദിനം പകൽക്കാലം കർത്താവ് നമ്മെ ഇതുവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഈ രാത്രി സമയ ദൈവത്തിന്റെ പരിശുദ്ധാത്മം നമ്മെ കേൾപ്പിക്കപ്പെട്ട ദൈവിക വചന ദൂതുകൾക്കായി നമുക്ക് കർത്താവിന് സ്തോത്രം. യഹൂദയോട് തന്റെ പിതാവിന്റെ വാഗ്ദത്തത്തെ കൂട്ടും ഇന്ന് രാവിലെ നമുക്ക് അധികാരതയോടെ കേൾപ്പാൻ അവൻ നമ്മെ പുകഴ്ത്തുന്ന നമ്മുടെ കൈ ശത്രുവിന്റെ അവൻ കഴുത്തുകളിലിരിക്കും. അവൻ സഹോദരങ്ങളെ നമസ്കരിക്കും. യഹൂദ ഈ ഒരു ബാലസുഖം അത് ഇന്ന് രാവിലെ സമയം വചനത്തിന്റെ ആ ശക്തി ആത്മാനിയോഗത്തോടെ ഏറ്റെടുക്കുവാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. സ്തുതിക്കുന്നവനെ അവൻ കീഴ്പ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. സ്തുതിക്കുന്നവനെ പിടിച്ചു കെട്ടുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും ആവില്ല. ആകയാൽ ഇന്ന് രാവിലെ സമയം സ്തുതിക്കാൻ നമ്മുടെ അധരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, സ്തുതിക്കാൻ നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, സ്തുതിക്കാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. തിരുവചനം പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അവൻ ഹല്ലേലൂയ. സ്തുതികളിന്മേൽ വസിക്കുന്നവനായ ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. കർത്താവിന്റെ രാവിലെ നമ്മുടെ ആരാധനയിൽ ഇതുവരെ ദൈവപ്രവർത്തിയ ദൈവമായി വെച്ച് നമ്മുടെ കുടുംബങ്ങളെ വ്യക്തിപരമായി ഒക്കെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന മഹാദേവിക്കാൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസതയെ ബലപ്പെടുത്തിയിരുന്നു. നമുക്ക് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഈ മൂന്നാം ദിനം പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നു ചേരാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് അവസരത്തെ ഒരുക്കി. കർത്താവ് ഇന്ന് പകൽക്കാലം അവിടുത്തെ ദൂതുമായി ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുപോകും. ആത്മനിയോഗത്തോടെ ഇന്ന് രാവിലെ സമയം യഹൂദയോട് തന്റെ പിതാവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആത്മാവിൽ കേൾക്കുവാൻ കർത്താവെ സ്തുതിക്കുന്നവനെ പ്രാവെ പുകഴ്ത്തുന്ന ദൈവശക്തിയോ കർത്താവെ സ്തുതിക്കുന്നവനെ കാരണം ശത്രുവിന്റെ കഴുത്തിന്മേൽ ഇരിക്കുമെന്ന് ഞങ്ങൾ കേട്ടു. അവയെ സ്തുതിക്കുന്നവനെ മുമ്പിൽ അവയെ സഹോദരങ്ങൾ വണങ്ങുമെന്ന് ഞങ്ങൾ കേട്ടു. സ്തുതിക്കുന്നവൻ ഒരു മാനശൃംഗം പോലെ കർത്താവിനെ നിലനിൽക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കപ്പെട്ട ദൈവവചന ശബ്ദം ഞങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് അവനെ രാത്രിക്കായി പകൽക്കാലം എഴുതപ്പെടുക. വരും ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ നന്മകൾ ഞങ്ങൾ വ്യക്തിപരമായി കുടുംബപരമായി സമാപരമായി പ്രാപിച്ചെടുക്കുക. കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ട തകർന്നെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിനത് അവരുടെ ഭവനങ്ങളുടെ മേൽ ആധിപത്യം പറഞ്ഞു നിൽക്കുന്ന വെല്ലുവിളിയർത്തി നിൽക്കുന്ന അവകാശങ്ങളുടെ മേൽ തല ഉയർത്തി നിൽക്കുന്ന സകല ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകൽക്കാലം മുട്ടുമടക്കാം. കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. സുതൂഷിപരങ്ങളുടെ ദാസനെ ശക്തീകരിച്ചല്ലോ. യോഗങ്ങൾക്കായി അധ്വാനിക്കുന്ന കുടുംബം വ്യക്തികൾ കർത്താവെ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന പ്രിയമുള്ളവർ ഞങ്ങളുടെ ദേശനിവാസികൾ ഞങ്ങളുടെ സമാജം എല്ലാവരെയും തൃക്കരത്തിൽ തരുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനം ആദരവുകളും ഒക്കെ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. അവൻ ഇന്ന് മൂന്നാം പകൽക്കാലം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം എടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ പുതിയ മീറ്റിംഗ് ആരംഭിക്കും. 5:30 മണിക്ക് സ്നാനപ്പെടുക. വ്യക്തികൾക്കുള്ള സ്നാനത്തിന് ക്ലാസ് ഉണ്ട്. കർത്താവ് ആഗ്രഹമുള്ളവർക്കെല്ലാം ആ മീറ്റിംഗ്